ഈ ഉറക്കം എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പലപ്പോഴും പല ആളുകൾക്കും നല്ലൊരു സ്ലീപ്പ് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഇത്തരം ആളുകൾക്ക് ഈ സ്ലീപ്പ് പ്രോപ്പറായിട്ട് കിട്ടാത്ത ആളുകൾക്കാണ് ഈ ഫാറ്റി ലിവറിൻ്റെ പ്രശ്നങ്ങൾ, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ, ഡയബറ്റിക് ഉണ്ടാകുന്നതിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ട് വെയിറ്റ് കൂടുന്ന പ്രശ്നങ്ങൾ, ഇത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളെ ലൈഫിൽ ക്രമീകരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെ സ്ലീപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡോക്ടേഴ്സായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും എങ്ങനെയാണ് നമുക്ക് നല്ല ഒരു ഉറക്ക് കിട്ടുക, നമ്മളൊരു ഗുഡ് ക്വാളിറ്റി സ്ലീപ്പ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്തോ കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ഈ പവർ നാപ്പ്, ഷോർട്ട് നാപ്പുകളൊക്കെ എങ്ങനെയാണ് അതിൻ്റെ പ്രോപ്പറായിട്ട് എടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്, നമുക്ക് എനർജി നല്ലപോലെ അത് കൂടുമോ അല്ലെങ്കിൽ അത് കുറയ്ക്കുമോ എന്നുള്ള കാര്യം. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എങ്ങനെയാണ് നമ്മൾ നേരത്തെ കിടന്നുറങ്ങാം, അതുപോലെ വളരെ ഏർലി ആയിട്ട് നമ്മൾ സുബൈക്ക് അല്ലെങ്കിൽ ഒരു 5 മണിക്കൊക്കെ എങ്ങനെ ഏർലി ആയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് എഴുന്നേൽക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ ഇന്ന് ഡോക്ടേഴ്സ് പോഡ്കാസ്റ്റിൽ നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ഹിബാസ് ആരോഗ്യയിലെ ഡോക്ടർ ഹിബ മാമും അതുപോലെ തന്നെ ഡോക്ടർ അശ്വിന മാമുമാണ്. ഹൈ മാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും റിലേറ്റബിൾ ആയിരിക്കും. കാരണം ഒരുപാട് ആളുകൾ പിന്നെ ഈ പറഞ്ഞ പല അസുഖങ്ങളായിട്ട് വരുന്ന സമയത്തും അവർ ഉറക്കെന്ന് പറഞ്ഞത് വളരെ ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കും. അത് എനിക്ക് തോന്നുന്നു എന്നെക്കാളും കൂടുതൽ നിങ്ങളുടെ ഒപ്പിയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് മെയിനായിട്ട് നമ്മളെ ലൈഫിൽ ഇപ്പോൾ ആളുകൾക്ക് ഇല്ലാതെ പോകുന്നൊരു കാര്യമാണ് ഉറക്കം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പം ന്യൂ ജനറേഷൻ ആളുകൾക്കാണ് പ്രത്യേകിച്ച് അതിൻ്റെ ഒരു എഫക്റ്റ് ഞാൻ കണ്ടിട്ടുള്ളത്. നൈറ്റ് ലൈഫ് അല്ലെങ്കിൽ വളരെ ലേറ്റായിട്ട് കിടന്നുറങ്ങിയാൽ എന്താണ് സംഭവിക്കുക, ഒന്നുമില്ലല്ലോ എന്നുള്ള കണ്ടീഷൻ സംസാരിക്കുന്ന ആളുകളുണ്ട്. കാരണം പഴയ ആളുകൾ, ഇപ്പോൾ എൻ്റെ ഉപ്പ ഉമ്മ അവരെ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ അവർ 9 മണിയാകുന്ന സമയത്ത് കംപ്ലീറ്റ് ലേറ്റ് ഓഫ് അവർ കിടന്നിരിക്കുന്നു. 10 മണി അല്ലെങ്കിൽ 11 മണി എന്ന് പറയുന്നത് അവർ രണ്ടാമത്തെ ഉറക്കിൻ്റെ സമയം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. കാരണം അത്രയും ഗ്യാപ്പ് നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ 10 മണിക്കൊക്കെ ഉറങ്ങാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം 10 മണിക്ക് ഉറങ്ങാന്ന് പറയുന്നത് ഒരു എന്തോ ഒരു മിഥ്യാണ്. അതങ്ങനെ സംഭവിക്കില്ല എന്നുള്ള കണ്ടീഷനിൽ ആൾ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതെ, അതൊക്കെ ഒരു നൈറ്റ് ആണോ, അതൊക്കെ നേരത്തെ അല്ലേ എന്നുള്ള കണ്ടീഷനാണ് നമ്മൾ പലപ്പോഴും നമ്മളെ ചില സമയത്ത് നമുക്ക് തോന്നലും അതുപോലെ തന്നെ പലപ്പോഴും പല ആളുകൾ ചെയ്യുന്നതും. ഇത് എത്രത്തോളം നമ്മൾ നേരത്തെ ഉറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞാലും അതിനൊരു ടൈമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതിനെ തന്നെ നമുക്ക് മെയിനായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ശരിക്കും ഒരു 8 മണിക്കൂറൊക്കെ ഉറങ്ങേണ്ട ഒരു ആവശ്യമുണ്ടോ ഒരാൾ? 8 മണിക്കൂർ എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ ടൈം എന്ന് പറയുന്നതാണ്. അതായത് ഒരു ആവറേജ് എന്ന് പറയുകയാണെങ്കിൽ ഒരു 6 to 9 hours എങ്കിലും ഒരാൾ ഉറങ്ങണം എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ പറഞ്ഞ പോലെ ജെൻസി അല്ലെങ്കിൽ നമ്മൾ തന്നെ വേണമെങ്കിൽ പറയാം, അതായത് നമുക്ക് ആ ഒരു കുഴപ്പമില്ലല്ലോ, 6 മണിക്കൂറാണെങ്കിലും 5 മണിക്കൂറാണെങ്കിലും നെക്സ്റ്റ് ഡേ എനിക്ക് ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, 3-4 ദിവസം എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഇതൊരു ലോങ് ടേം ആയി കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് നമുക്കൊരു ഫോണുണ്ട്, ആ ഫോണിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അപ്ഡേഷൻസ് വരാറുണ്ട്. ഈ അപ്ഡേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫോൺ ചോദിക്കുക എന്താണ്, റീസ്റ്റാർട്ട് ചെയ്യട്ടെ എന്നുള്ളതാണ്. ഈ റീസ്റ്റാർട്ട് പോലെ തന്നെയാണ് നമ്മളും. അതായത് നമ്മൾ ഡെയിലി അപ്ഡേറ്റഡ് ആവുന്നുണ്ട്, നമ്മുടെ ബോഡി ആണെങ്കിലും ബ്രെയിൻ ആണെങ്കിലും അപ്ഡേറ്റഡ് ആവുന്നുണ്ട്. പക്ഷേ ഇതിന് ആ ഒരു റീസെറ്റ് നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങിയിട്ടില്ല എന്നാണെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള കറക്റ്റ് റീസെറ്റ് മെക്കാനിസം നടക്കുന്നില്ല, റിപ്പയർ മെക്കാനിസം നടക്കുന്നില്ല, റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെ എടുത്ത ആ ഒരു തീരുമാനം നമ്മൾ നാളെ ഖേദിക്കുന്നൊരവസ്ഥയിലേക്ക് പോകാറുണ്ട്. എന്താ പറയുക, പല രീതിയിലുള്ള രോഗങ്ങൾ നമുക്ക് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇപ്പോൾ ഒരാളുടെ ബ്രെയിന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ഹവേഴ്സ് സ്ലീപ്പ് വേണം? നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 7 to 9 hours ആണ് ആവറേജ് ആയിട്ട് പറയാം. അത് ഓരോ വ്യക്തിക്ക് ഡിഫറെൻ്റ് ആണ്. പക്ഷെ ടൈം എപ്പോഴാണെന്നുള്ളത് ഫിക്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് നല്ല ഫ്രഷ്നെസ് ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഉറക്കച്ചടവില്ല, ഞാൻ റെഡിയാണ്, എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ അത്രയും എനർജിയിൽ ഞാൻ റെഡിയാണ് തോന്നുന്ന ടൈമാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള ടൈം എന്ന് പറയുന്നത്. ഇപ്പോൾ അതിൽ പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ 4 മണിക്കൂറൊക്കെ ഉറങ്ങാറുള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട് പറയാം, ഞാൻ 4 മണിക്കൂറൊക്കെ ഉറങ്ങാറുള്ളൂ, എനിക്കൊരു പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ കംപ്ലീറ്റ്ലി ഹാപ്പിയാണ്, എനിക്ക് എൻ്റെ വർക്ക് നല്ല കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പിന്നെ അങ്ങനെയൊക്കെ പറയാറുണ്ട്. സ്ഥിരമായിട്ട് ഈ 4 മണിക്കൂറാണ് ഉറങ്ങുന്നതെങ്കിൽ നമ്മളെ ബോഡിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? ശരിക്കും നമ്മൾ ഉറങ്ങുന്നതിൻ്റെ ടൈമിനേക്കാൾ കൂടുതൽ അതിൻ്റെ ക്വാളിറ്റിയിലും ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ചിലർ 8 മണിക്കൂറൊക്കെ കിടക്കുന്നുണ്ടാവും, പക്ഷേ 1 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ എടുത്തിട്ടായിരിക്കും അവർ ഉറങ്ങുന്നുണ്ടാവുക. അപ്പോൾ ഈ ടൈമിനേക്കാൾ കൂടുതൽ അതിൻ്റെ ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇപ്പോൾ ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഒരാൾ 8 മണിക്കൂർ ഉറങ്ങുന്നതിനേക്കാളും ഉചിതമാണ് ഒരാൾ ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ നല്ല റിലാക്സ്ഡ് ആയിട്ട് ഡീപ്പ് സ്ലീപ്പിൽ പോകുന്നത്. അതാണ് ഒരു 8 മണിക്കൂർ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള സ്ലീപ്പിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ സ്ഥിരമായിട്ട് ഇതുപോലെ ഉറക്കക്കുറവ് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ ബോഡീനെ അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിനെ ഒരുപാട് കോൺസിക്വൻസസ് വരുത്തുന്നുണ്ട്.
അപ്പോൾ നമ്മളെ ബ്രെയിനും അതുപോലെ ബോഡിയും ഒരു റീസെറ്റ്, പല റിപ്പയർ മെക്കാനിസവും നല്ല ഡീപ്പ് സ്ലീപ്പിലുണ്ടെങ്കിലേ നടക്കുള്ളൂ. ഇപ്പം നമ്മളെ ബോഡിയിലാണെങ്കിൽ നമ്മൾ മസിൽ റിപ്പയർ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്, അതുപോലെ നമ്മൾ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നത്, പിന്നെ സ്ഥിരമായിട്ട് ഇതുപോലുള്ള ഉറക്കക്കുറവ് വരുന്നവർക്ക് ക്രോണിക്കായിട്ട് ഡയബറ്റിസ്, BP, അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തൈറോയിഡ്, PCODൻ്റെ ഇഷ്യൂസ്, അങ്ങനെയുള്ള ഒരുപാട് ബോഡി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരും. ഒപ്പം തന്നെ നമ്മളെ ബ്രെയിനിലും ഈ നമ്മൾ ഒരു ഡീപ്പ് സ്ലീപ്പിലോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഒരു ദിവസം നമ്മൾ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ അനുഭവിച്ച കാര്യങ്ങളൊക്കെ നമ്മളെ മെമ്മറിയിൽ കൺസോൾഡേറ്റ് ചെയ്ത് വെക്കുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ്. അപ്പോൾ ഡീപ്പ് സ്ലീപ്പ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പല മെമ്മറി ഇഷ്യൂസ്, ഇപ്പോൾ പകൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഫോക്കസ് കിട്ടില്ല, കോൺസെൻട്രേഷൻ കിട്ടില്ല, അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളും വരും. ഓക്കെ, അത് നല്ലൊരു പിന്നെ ഭയങ്കര ഡീറ്റെയിൽഡ് ഒരു ആൻസറാണ് മാം തന്നത്. കാരണം ആളുകൾക്ക് അറിയില്ല ഇത്രയും, അതായത് കുറേ സമയം ഉറങ്ങാണോ അല്ലെങ്കിൽ കിടക്കുകയാണോ. പലപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണ്, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് 12 മണിയാകുമ്പോൾ കിടന്നിട്ടുണ്ട്, ഞാൻ രാവിലെ 6 മണി, പക്ഷേ ഉറങ്ങിയിട്ടുണ്ടാവും ചിലപ്പോൾ 2 മണി 2:30 ആയിരിക്കും. അങ്ങനെ പല കണ്ടീഷൻസ് നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതിൽ ആകത്തുക എന്ന് പറയുന്നത്, അതായത് നമ്മളെ സമയം എത്ര സമയം ഒരു കിടക്കുന്നതിനുപരി എത്ര സമയം പ്രോപ്പറായിട്ട് ഗുഡ് സ്ലീപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ അതിന് കൂടെ തന്നെ ചോദിക്കുകയാണ്, പല ആളുകളും സ്ഥിരമായിട്ട് പറയാറുണ്ട് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഭയങ്കര കോട്ടുവ ഇടുന്നുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ശരിക്കും ഈ കോട്ടുവ ഇടുന്നത് നമ്മളെ ആ രാത്രിയത്തെ ഉറക്കം പ്രോപ്പർ ആയില്ല എന്നുള്ളതാണോ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ട് ഉറക്കം കിട്ടിയില്ല എന്നോ, അത് എങ്ങനെയാണ്? നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ഒരു റീഫ്രഷ്ഡ് ഫീല് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഒരു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടിയിട്ടില്ല എന്ന് തന്നെ, അവർ സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആണെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ നമ്മളൊരു സ്ലീപ്പ് ഷെഡ്യൂൾ, ഇപ്പോൾ കൃത്യസമയത്ത് ഉറങ്ങി കൃത്യസമയത്ത് എണീക്കുക, നമ്മൾ അലാറം വെക്കാതെ തന്നെ നമ്മൾ ആ ഒരു റുട്ടീന് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ റീസെറ്റായി, നമ്മൾ ബോഡി റീസെറ്റായി, നമുക്ക് റീഫ്രഷ്ഡ് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുപോലെ പകൽ എല്ലാ കാര്യങ്ങളും ടയേർഡ് ആവുന്നില്ല, അമിതമായിട്ടുള്ള ക്ഷീണം, കോട്ടുവായ ഇടുന്ന പ്രവണത അങ്ങനെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് കിട്ടിയെന്ന് തന്നെ. ഇപ്പോൾ സ്ഥിരമായിട്ട് ഒരാൾക്ക് 6 മണിക്കൂർ ഉറങ്ങാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവരുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ നോട്ടീസ് ചെയ്യാറുള്ളത് നമുക്ക് വരുന്ന മെൻ്റൽ ഇഷ്യൂസാണ്. അതായത് ഇപ്പോൾ നമുക്കൊരു ഒരു ഭാഗത്ത് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോവാണ്, നമ്മൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, ഈ പ്ലാൻ ചെയ്തത് എന്താണെന്ന് പോലും സോറി ഡോക്ടർ എനിക്കിപ്പം ഓർമ്മ കിട്ടുന്നില്ല എന്നായിരിക്കും ഫസ്റ്റ് പറയാം നമ്മളോട്. അതേപോലെ ചില ആളുകൾ വരുന്ന പറയാറുണ്ട്, ഡോക്ടർ ഭയങ്കര താല്പര്യക്കുറവാണ്, എനിക്ക് ഉദാഹരണ ഇഷ്യൂസ് ഉണ്ട്, എനിക്ക് സെക്ഷലി എൻ്റെ പാർട്ട്ണറോട് ഭയങ്കര പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതേപോലെ ചില ആളുകൾ പറയാറുണ്ട്, എനിക്ക് ഫുൾ ബോഡി പെയിനാണ്, എന്ത് ചെയ്തു കഴിഞ്ഞാലും പെയിൻ മാറുന്നില്ല, ഷുഗർ ഉണ്ട്, പ്രഷർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, എല്ലാത്തിനും ഞാൻ കറക്റ്റ് മെഡിക്കേഷൻ എടുക്കുന്നുണ്ട്, ഒരു കുറവും ഞാൻ വരുത്തുന്നില്ല, കഴിക്കുന്ന ഭക്ഷണത്തിൽ ഞാൻ ഭയങ്കര കൃത്യതയാണ് നോക്കുന്നത്, പക്ഷേ ഇതൊന്നും കുറയുന്നില്ല. അൾട്ടിമേറ്റ്ലി ചോദിച്ചു വരുമ്പം അവരുടെ ഉറക്കം എന്ന് പറയുന്നത് ജസ്റ്റ് മേ ബി 3 or 4 hours ആയിരിക്കും. ഉറങ്ങാൻ കിടക്കുന്നുണ്ട്, ചിലർ 9 മണിക്കിന് കിടക്കുന്ന ആളുകളുണ്ട്, പക്ഷെ അവർ ആകെ ഉറങ്ങുന്ന ടൈം എന്ന് പറയുന്നത് ചിലപ്പോൾ 3-4 മണിക്കൂറായിരിക്കും. സോ അൾട്ടിമേറ്റ്ലി നമ്മൾ കാണുന്ന അധിക രോഗങ്ങളുടെയും എഫക്റ്റ് എന്ന് പറയുന്നത് വരുന്നത് ഈ ഉറക്കത്തിൽ നിന്നാണ്. അതെ അതെ, പല ആളുകൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള വിഷയം തന്നെയാണ് അതിലുള്ളത്. നമുക്കിപ്പോൾ പലപ്പോഴും പല പെൺകുട്ടികൾക്ക് PCODൻ്റെ പ്രശ്നങ്ങൾ, കാരണം അവർക്ക് വെയിറ്റ് നോർമലായിരിക്കും, പീരീഡ്സിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും, പിന്നെ വെയിറ്റ് നോർമലായിരിക്കും പക്ഷേ പീരീഡ്സിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും, ഹെയർ ഫാൾ, അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ആൾ ചിലപ്പോൾ പ്രോപ്പറായി ഡയറ്റ് എടുക്കുന്നുണ്ടാവും, ഭയങ്കരമായിട്ട് മെഡിക്കേഷനൊക്കെ പ്രോപ്പറായി എക്സസൈസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഈ ഉറക്കിൻ്റെ, പ്രത്യേകിച്ച് നമ്മളെ ഹോസ്റ്റലിലുള്ള പെൺകുട്ടികൾക്കാണ് ഇത്തരം പ്രശ്നങ്ങൾ സ്ഥിരമായിട്ട് ഇതിൻ്റെ ഒരു എഫക്റ്റ് പലപ്പോഴും കണ്ടുവരാറുള്ളത്. കാരണം അവർക്ക് ഉറക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാവാറുണ്ട്. പിന്നെ കാരണം ലേറ്റായിട്ടായിരിക്കും കിടക്കുക, ഫ്രണ്ട്സായിട്ട് കറങ്ങുന്ന സാധനങ്ങളൊക്കെ തന്നെ അതിൽ ഉണ്ടാവും. ഇപ്പോൾ അതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളൊക്കെ ഉറക്കിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്. നേരത്തെ ഉറങ്ങുക എന്ന് പറയുന്നത് ഒരു മോശമുള്ള കാര്യം ഇപ്പോൾ അതെ അതെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഇപ്പോൾ നമ്മൾ ക്ലിനിക്കിൽ വരുമ്പോൾ നമ്മൾ കുട്ടികളോട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു യുവാക്കളോടൊക്കെ പറയാണ്, ഒരു 20s to 30s ഇടയിലുള്ള ആൾക്കാരോടൊക്കെ പറയും, എന്ത് ഡോക്ടർ നേരത്തിന് ഉറങ്ങാൻ, എന്തിനാ ഇത്ര നേരത്തെ ഉറങ്ങുന്നത്, എൻ്റെ ബോഡി ഐ എം ഫൈൻ റൈറ്റ് നൗ, എനിക്കൊരു കുഴപ്പമില്ല. അപ്പം ഞാൻ ഫസ്റ്റ് ചോദിക്കുന്നത് എന്നാ പിന്നെ എന്തിനാ നിങ്ങൾ ഇവിടെ വന്നതെന്നാ. ബിക്കോസ് ഇവിടെ വരുമ്പോൾ നമ്മൾ കാണുന്നത് നമുക്ക് എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അവരുടെ ലൈഫ് സ്റ്റൈൽ അത്രയും ഇഷ്യൂ ഉണ്ട് അവിടെ എന്നുള്ളത്. ഇപ്പോൾ നേരത്തെ കിടക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറെ എനിക്ക് പഠിക്കാനുണ്ട്, എനിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങണം, എനിക്ക് ക്രിയേറ്റീവ് ആവണം, എനിക്ക് പല കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ എം നോട്ട് എ മോർണിംഗ് പേഴ്സൺ, എനിക്ക് രാവിലെ എണീക്കാൻ കഴിയില്ല, അപ്പോൾ എനിക്ക് രാത്രിയാണ് ഞാൻ ചെയ്യേണ്ടത്, രാത്രി ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ എപ്പോൾ ചെയ്യും? ഇതാണ് പൊതുവേ ഇപ്പോഴത്തെ യങ് ജനറേഷന് വരുന്ന ഒരു
ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതിലൊരു കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രി ഇരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നമുക്ക് മോർ ക്രിയേറ്റീവായിട്ട് വരുന്നത്? ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 ക്രോണോ ടൈപ്പ് ഉണ്ട് സ്ലീപ്പ് പറയുന്നത്. അതായത് ലയൺ, വോൾഫ്, ബിയർ, അതുപോലെ ഡോൾഫിൻ, അങ്ങനെ 4 ക്രോണോ ടൈപ്പിലുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ രാത്രി ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകളാണ് ഈ വോൾഫ് ടൈപ്പ് എന്ന് പറയുന്നത്. അവർക്ക് രാത്രി ആക്റ്റീവ് ആവാൻ പറ്റുള്ളൂ. രാത്രി അവർ ക്രിയേറ്റിവിറ്റി ഒക്കെ എല്ലാ കാര്യങ്ങളും അവർ രാത്രിയാണ് ചെയ്യുന്നത്. അവരുടെ മാക്സിമം പ്രൊഡക്ടിവിറ്റി അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് രാത്രിയാണ്. പക്ഷേ രാവിലെ ആണെങ്കിലോ അവർക്ക് എണീക്കാൻ പറ്റില്ല. അപ്പോൾ ഇവർക്ക് ഈ ഓഫീസ് ടൈപ്പ് ജോബ്സ് 9 to 5 ജോബ്സൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. രാവിലെ എണീക്കാൻ ലേറ്റ് ആവുക, ഒരു സ്ഥലത്തോട്ട് അവർക്ക് കൃത്യസമയത്ത് എത്താനോ അങ്ങനെയൊന്നും പറ്റില്ല. പക്ഷേ രാത്രിയാണെങ്കിൽ അവർ ഭയങ്കര ആക്റ്റീവായിരിക്കും. ഇപ്പോൾ ലയൺ ടൈപ്പ് ആളുകളാണെന്നുണ്ടെങ്കിൽ രാവിലെ നേരത്തെ എണീക്കും. ചിലപ്പോൾ സൂര്യോദയത്തിന് മുമ്പ് തന്നെ അവർ എണീറ്റ് അവരെല്ലാ കാര്യങ്ങളും ഒരു 10 മണിയാകുമ്പോഴേക്കും അവരെല്ലാം ഫിനിഷ്ഡായിട്ട് എല്ലാ കാര്യങ്ങളും ആക്റ്റീവായിട്ട് ആ ടൈമിലായിരിക്കും ചെയ്യുക. എന്നാൽ രാത്രി ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാലോ അവർ പെട്ടെന്ന് ഓഫാവും. രാത്രി അവരെ നോക്കേ വേണ്ട, ആ ഒരു പരുവത്തിലാണ്. പക്ഷെ ഡോൾഫിൻ ടൈപ്പ് ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഉറക്കത്തിൽ ചെറിയൊരു ഡിസ്ട്രാക്ഷൻ വന്നാൽ മതിയാവും. ചിലപ്പോൾ അടുത്തുള്ള ആൾ ഒരു പേജ് മറിക്കുന്ന ഒരു സൗണ്ട് കേട്ടാൽ മതിയാവും, അവർ പെട്ടെന്ന് ഡിസ്റ്റർബ്ഡ് ആവും. അങ്ങനെയുള്ള ആളുകളിലാണ് ഈ ഇൻസോംനിയ ടെൻഡൻസി, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, ഉറക്ക സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ആ ടൈപ്പ് ആളുകളിലാണ് വരുന്നത്. പിന്നെ ബിയർ ടൈപ്പ് ആളുകളുണ്ട്. അതായത് അവർക്ക് നമ്മൾ സാധാരണ നോർമലി കാണുന്ന പോലെ രാവിലെ എണീക്കുക, രാത്രി ഒരു ടൈമിൽ ഉറങ്ങുക, ഒരു കൃത്യമായിട്ടുള്ളൊരു ഷെഡ്യൂള് ഇതാക്കുന്നത്. ഇത് നമുക്ക് വ്യത്യാസപ്പെടുത്താൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഈ ക്രോണോ ടൈപ്പിലുള്ള ആളുകൾ ആ രീതിയിൽ തന്നെ അങ്ങ് പോകണം. അത് വ്യത്യാസപ്പെടുത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി നല്ല ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനനുസരിച്ച് കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യത്യാസപ്പെടുത്താൻ പറ്റും. ഓക്കെ, ഇപ്പം അതിലേറ്റവും എല്ലാവരും ഓരോന്നിനും നോക്കുന്ന സമയത്ത് ഓരോരോ ടൈപ്പ് ഓഫ് മെച്ചുള്ള ആളുകളാണ്. ചില ആൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ വോൾഫ്, അവർക്ക് ക്രിയേറ്റിവിറ്റി കൂടുതൽ കിട്ടുന്നുണ്ട്. മോർണിംഗ് പേഴ്സൺ ആകുന്ന സമയത്ത് അവർക്ക് എല്ലാ കാര്യങ്ങളും മോർണിംഗ് പറ്റും. അതായത് അവർ വളരെ ഷോർട്ട് ടൈം, ഇപ്പം നമ്മളാണെങ്കിലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കിട്ടുന്നൊരു, അല്ലെങ്കിൽ രാവിലെ ഏർലി ആയിട്ടൊരു ഓഫീസിൽ വരുന്ന സമയത്താണ് നമുക്കത് മനസ്സിലാവും. കാരണം ഒരു 8 മണിക്കൊക്കെ നമ്മൾ ഓഫീസിൽ എത്തുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ 10 മണി 11 മണി നമ്മളെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നമ്മളൊരു 9 അല്ലെങ്കിൽ 10 മണിക്ക് ശേഷം അല്ലെങ്കിൽ 11 മണിയൊക്കെയാണ് ഓഫീസിൽ എത്തുന്നത്. ഈ ഇത്രയും സമയം കൊണ്ട് തീർക്കേണ്ട വർക്കുകൾ ചിലപ്പോൾ തീരുന്നത് വൈകുന്നേരം 6 മണി വരെ ഇരുന്നിട്ടായി. കാരണം നമ്മൾ ഭയങ്കര ലേസിയായി മാറുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡോക്ടർ പറഞ്ഞതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏർലി മോർണിംഗ് ആണ് ഞാൻ പറഞ്ഞ പോലെ ഏറ്റവും ഡിസിപ്ലിൻ ആൻഡ് ഗോൾ ഓറിയൻറ്റഡ് ആകാൻ പറ്റുന്നത് ഏർലി ബേർഡ്സിനാണ്. അതായത് അവർ എണീക്കുക ഏകദേശം 5 to 6 AM ആകുമ്പോഴേക്കും അവർ പൊങ്ങും. ബൈ 9 to 10 അവർ ഉറങ്ങും. ഇത് ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിരിക്കും. ഓരോ കാര്യം ഇനി ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് അവർക്ക് ഫുൾ പ്രീ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറി ഓഫ് ആളുകളാണ് ഈ ഏർലി ബേർഡ് എന്ന് പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ അവർക്ക് നൈറ്റ് ലൈഫ് നടക്കില്ല. ബട്ട് അവർക്ക് നൈറ്റിൽ അവരെന്തൊക്കെയാണോ ചെയ്യുന്നത് അതേ രീതിയിലുള്ള ഡോപ്പമൈൻ അവർക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ് ആക്ച്വലി ഏർലി ബേർഡ്സിനുണ്ട്. പക്ഷേ ഈ വുൾഫ് കാറ്റഗറി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ നൈറ്റ് ഔൾസ് എന്ന് പറയുന്ന ആളുകൾ, അവർക്ക് ആക്ച്വലി രാത്രി ഇപ്പോൾ നമ്മൾ പറയുന്ന നമുക്ക് ഒട്ടുമിക്ക കാണുന്ന എന്താ പറയുക ലൈക്ക് സിനിമാറ്റോഗ്രാഫേഴ്സ് ആണെങ്കിലും ആർട്ടിസ്റ്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് ഏത് മേഖലയിൽ എത്തിക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിലും അവർ അധികം നൈറ്റ് ഔൾസ് ആണ്. പക്ഷേ ഈ നൈറ്റ് ഔളിനെ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ദേ വിൽ ഹാവ് ടു ടേക്ക് ലൈക്ക് എനർജി പിന്നെയും എടുക്കാനുള്ള സാധനങ്ങൾ അവരുടെ ബോഡിയിലേക്ക് എത്തിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു പെർട്ടിക്കുലർ ഷോർട്ട് പീരീഡിലേ അവർക്ക് കറക്റ്റ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കണ്ടിന്യൂസ്ലി ഡെയിലി നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോയിന്റ് ഓഫ് ടൈം കഴിഞ്ഞാൽ നമ്മളുടെ ബോഡി ഇതിനെ ഗിവ് അവേ ചെയ്യാൻ തുടങ്ങും. അതായത് ഭയങ്കരമായിട്ട് ക്ഷീണം വരാൻ തുടങ്ങും, ഭയങ്കരമായിട്ട് മെൻ്റൽ സ്ട്രെസ്സ് വരാൻ തുടങ്ങും, ഭയങ്കരമായിട്ട് നമ്മളെ ക്രിയേറ്റിവിറ്റി ഡൗൺ ആവാൻ തുടങ്ങും. അതായത് ഒരേ രീതിയിൽ ഈ നൈറ്റ്, കാരണം നമ്മളെ ബോഡി റീസെറ്റ് ആവുന്നില്ല. ദാറ്റ് ഇസ് ദ അൾട്ടിമേറ്റ് തിങ്. നമ്മൾ റീസെറ്റ് ആവാൻ വേണ്ടിയിട്ടാണല്ലോ ഉറങ്ങുന്നത്. ഈ ക്രിയേറ്റിവിറ്റി കാര്യങ്ങളൊക്കെ ബ്രെയിൻ റീസെറ്റായി അതിനനുസരിച്ച് ഉദിക്കുമ്പോഴാണല്ലോ നമുക്കിതൊക്കെ വരുന്നത്. സോ അത് നമ്മൾ എന്താ പറയണമെന്ന് വെച്ചാൽ നമ്മൾ സാധാരണഗതിയിൽ പറയാറ് യു നീഡ് ടു ട്രെയിൻ യുവർ സ്ലീപ്പ് എന്നാണ്. ഇഫ് നോട്ട് വൈൽഡ് ലൈഫ് ഒക്കെ അടിപൊളിയാണ്, കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഉറക്കമില്ല ഡോക്ടറെ, കണ്ണിൻ്റെ ഇടയിൽ ഡാർക്ക് സർക്കിൾസ് ആണ് ഡോക്ടറെ, എന്താ പറയുക ഉറക്കം വരുന്നുണ്ട്, എനിക്ക് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഉറക്കം വരുന്നുണ്ട് പക്ഷെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഡിപ്രഷൻ, ആങ്സൈറ്റി, ഇത്ര ചെറിയ പ്രായത്തിൽ എനിക്ക് ഡയബറ്റിസ് വന്നു, എൻ്റെ പേരൻസിന് ആർക്കും ഇല്ല, എനിക്കറിയില്ല എന്തുകൊണ്ടാണ്. ഇങ്ങനത്തെ ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പം ആക്ച്വലി അതിൻ്റെ
ബിഹൈൻഡ് കിടക്കുന്ന സാധനങ്ങൾ ഇതാണ്. ഉറക്കം അതായത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ആക്ച്വലി. ഇപ്പോൾ അങ്ങനത്തെ ഒരു ഉറക്കിൻ്റെ വിഷയം സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഉച്ചയുറക്കം നല്ലതാണോ? ഉച്ചയുറക്കം എന്ന് പറയുന്നത് നമ്മൾ പറയുമ്പോൾ പവർ നാപ്പ് എന്ന് പറയുന്നത്. അതായത് ഉച്ചയുറക്കം നല്ലതാണ് ഇഫ് ഇറ്റ് ഈസ് ലൈക്ക് ഒരു 10 to 20 minutes ആണ് നിങ്ങൾ ഉറങ്ങുന്നതെന്നുണ്ടെങ്കിൽ. അതായത് നമ്മളുടെ ആ ഒരു ഇപ്പോൾ പറഞ്ഞ പോലെ നേരത്തെ എണീക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ടയേർഡാണ്, നമുക്ക് ഉറക്കം ഇങ്ങനെ ചിലർക്കുണ്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ കണ്ണ് മാളിപ്പോവാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ഓഫീസ് വർക്കിൻ്റെ ഇടയിലാണെങ്കിലും ഭയങ്കര ഒരു എക്സോഷൻ ഫീലിംഗ് ആണ്. ആ ടൈമിൽ ജസ്റ്റ് ഒരു 10 to 20 minutes ഒരു ബ്രേക്ക് എടുത്ത് നമ്മളൊന്ന് കണ്ണടച്ച് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഉറങ്ങിപ്പോവും. ആ ഉറങ്ങുന്നതൊരു പവർ നാപ്പാണ്. അതായത് അത് എണീക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഫ്രഷ്നെസ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. പക്ഷെ ഇത് ഉച്ചയ്ക്ക് തന്നെ ഉറങ്ങണം. ഈ ഉച്ചയ്ക്കുള്ള ഉറക്കം നമ്മൾ 4 മണിക്ക് ശേഷം ഉറങ്ങുകയാണ്, എൻറ്റയർലി ഡിഫറെൻറ്റ് സാധനമാണ് വരുന്നത്. കാരണം അവിടെ ഭയങ്കര എക്സോഷൻ, നമ്മൾ എന്തിനാണോ ഉറങ്ങിയത് ആ ഒരു എനർജിക്ക് വേണ്ടിയിട്ടായിരുന്നു, അതിൻ്റെ ഇരട്ടി എക്സോഷനാണ് നമുക്ക് ഫീൽ. ഭയങ്കര ഉറക്കച്ചടവായിരിക്കും, അന്നത്തെ ദിവസം പോക്കാണ്, എന്താ അറിയില്ല, ഒന്നിനൊരു മൂഡില്ല എന്ന് പറഞ്ഞിട്ട് എവിടെയാണ് എന്നുള്ള ഒരു അവസ്ഥ വരും. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം എപ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ മുസ്ലിംസിൻ്റെ ഇടയിലാണെങ്കിൽ തന്നെ ഇപ്പോൾ പറയാറുണ്ട്, ഇപ്പോൾ തഹജ്ജുദിന് എഴുന്നേൽക്കുന്ന ആൾ, അതായത് സുബൈൻ്റെ ഒരു 4 മണി 4:30 എഴുന്നേൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ പറയുക, ളുഹറിൻ്റെ മുമ്പ് ഉച്ചൻ്റെ മുമ്പേ കുറച്ച് സമയം ഉറങ്ങാൻ തന്നെ സുന്നത്താന്ന് പറയാറുണ്ട്. കാരണം അവർക്ക് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ആ എനർജി റീസെറ്റ് ചെയ്യാനായിരിക്കും ഈ ഒരു കൺസേൺ നമ്മൾ അവരെ കൊടുത്തിട്ടുണ്ടാവും. ലയണാണ് അവര്, ലയണിന് കറക്റ്റ് ഒരു ഉച്ചയാകുമ്പോഴേക്കും അവരെ എനർജി മൊത്തം എക്സോസ്റ്റഡ് ആവും. പിന്നെ ഒരു പവർ നാപ്പ് കിട്ടിക്കഴിഞ്ഞാലാണ് പിന്നെ രണ്ടാമത് ആ എനർജറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പവർ നാപ്പിൻ്റെ വിഷയം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ക്വിക്കായിട്ട് എങ്ങനെ ഒരു പവർ നാപ്പ് എടുക്കാൻ പറ്റുക? പവർ നാപ്പ് എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ജോലികൾ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അത്രയും ടൈം നമ്മൾ ബ്രെയിൻ ഇങ്ങനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുക, അത്രയും കാര്യങ്ങൾ സ്റ്റോർ ചെയ്തുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എക്സോസ്റ്റഡ് ആയി പോകും, ടയേർഡ് ആയി പോകും. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ചെയ്യുന്ന വർക്കുകൾ എന്താണോ, അതിന് എന്ത് ജോലിയാണെങ്കിലും അതിലൊരു ചെറിയ ബ്രേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 20 മിനിറ്റോ ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബോഡി അതുപോലെ തന്നെ നമ്മൾ ബ്രെയിനും റീസെറ്റ് ആവും, കൂടുതൽ എനർജിയോടുകൂടെ നമുക്ക് പിന്നെ വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഇത് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഉപ്പാക്ക് ഇതേപോലെ പണ്ട് മുതലേ ഉള്ള ശീലമാണ്, ആ ഒരു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് അത് നിന്നിട്ടാണെങ്കിൽ ഇരുന്നിട്ടാണെങ്കിൽ ഉറങ്ങിയാൽ മതി എന്ന് പറയില്ലേ, അത്രയും ആ ഒരു ടൈം കിട്ടിയാൽ മതി. ആ ടൈം കിട്ടിയിട്ടില്ല വെച്ചാൽ പിന്നെയുള്ള നെക്സ്റ്റ് ഹാഫ് ഓഫ് ദി ഡേ ഭയങ്കര പോക്കായിരിക്കും. കാരണം അവർക്ക് ആ എനർജി ഉണ്ടാവില്ല, അവർക്ക് മെൻ്റൽ ക്രാങ്കിനെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൾക്ക് ആ ഒരു എനർജി ഔട്ട്പുട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്തിലും നമുക്കൊരു ഫ്രസ്ട്രേഷൻ ഫീൽ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ എപ്പോഴും ആ ഒരു ടൈം എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ ടൈം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഉറക്കത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സംസാരിക്കേണ്ടതും, കാരണം അല്ലെങ്കിൽ ആളുകൾ പിന്നെ ഇവർക്ക് പ്രശ്നമല്ലോ എന്ന് പറയുന്നൊരു കാറ്റഗറിയാണ് നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത്. കാരണം പ്രത്യേകിച്ച് ഡോക്ടേഴ്സ്, നേഴ്സസ്, പിന്നെ MNCയിലൊക്കെ വർക്ക് ചെയ്യുന്ന 24 hours ഒക്കെ ഷിഫ്റ്റിലുള്ള കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഇത്തരം ആളുകൾക്കൊക്കെ വളരെ ലേറ്റ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒന്നെങ്കിൽ കംപ്ലീറ്റ് നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും അവർക്ക്. സെക്യൂരിറ്റി ജീവനക്കാർ, പമ്പിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഇതൊക്കെ തന്നെ വെച്ചാൽ വളരെ ലേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ വളരെ പിന്നെ എന്താ പറയുക രാത്രി 6 മുതൽ രാവിലെ 6 മണി വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനുള്ള ആളുകൾ ഇപ്പം നൈറ്റ് ലൈഫും അതുപോലെ നൈറ്റ് ഷിഫ്റ്റൊക്കെ ചെയ്യുന്നതൊരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസായിട്ട് മാറുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ഈ പറയുന്ന ഷിഫ്റ്റ് വർക്കേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഇഫ് അവരുടെ ഷിഫ്റ്റ് 1 വീക്കാണ്, അങ്ങനെ അവർ ഓൾട്ടർനേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയും കുറച്ചൊക്കെ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥ ഉണ്ട്. പക്ഷേ ഞാൻ അറിയുന്ന ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് നൈറ്റ് ഷിഫ്റ്റ് മാത്രം ചെയ്യുന്ന ആളുകൾ. അതായത് അവരെ ജോലി തുടങ്ങുക 2 മണി മുതലായിരിക്കും, 2 to മോർണിംഗ്, അല്ലെങ്കിൽ അവർ എന്താണ് ഈവനിങ് 5 to മോർണിംഗ് 5, ആ ഒരു ടൈമായിരിക്കും അവർക്ക് ഉണ്ടാവുക. ഈ ടൈമിൽ അവർക്ക് നല്ല പണിയുണ്ടാവും, ലൈക്ക് ദർ ഇസ് നോ ടൈം ടു റെസ്റ്റ്. ഇങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റിലൊക്കെ അവരുടെ ബോഡി അതിനനുസരിച്ച് റീസെറ്റ് ചെയ്യുന്നുണ്ട്, മോർണിംഗ് അവർക്ക് ചിലപ്പോൾ കുറച്ച് ടൈം ഉറങ്ങാൻ കിട്ടുന്നുണ്ടാവും, ഒക്കെ ഓക്കെ. പക്ഷേ ഇത് കാലക്രമേണ ഇവർക്ക് ഈ ഉറക്കം ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡയബറ്റീസ് വരാനുള്ള ചാൻസസ്, ഒബസിറ്റിയിലേക്ക് പോകാനുള്ള ചാൻസസ്, ഡിപ്രഷൻ, ആൻസൈറ്റിയിലേക്ക് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇനി ഇത് ഈ ഒരു ടൈമിങ് അവർ മാറ്റിയാൽ പോലും പിന്നീട് രണ്ടാമത് ആ ഒരു ടൈമിലേക്ക് ഉറങ്ങാൻ അവർക്ക്
ഒരുപാട് തെറാപ്പി കാര്യങ്ങൾ വരേണ്ടി വരുന്ന ഒരവസ്ഥ വരാറുണ്ട്. കാരണം ഒരുപാട് കാലമായിട്ട് ബോഡി അങ്ങനെയാണ് സെറ്റ് ആയിട്ടുള്ളത്. നൈറ്റ് എനിക്ക് ഉറക്കില്ല, പകലാണ് ഞാൻ ഉറങ്ങുന്ന ടൈം, അല്ലെങ്കിൽ പകൽ ഇത്ര നേരം മാത്രമാണ് എൻ്റെ ലൈഫിൽ ഉറക്കം എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് ബോഡി സൈക്കിൾ വന്നുപോയി. ഒരു റിതമിക് സൈക്കിളാണല്ലോ നമുക്കുള്ളത്. സ്വാഭാവികമായിട്ടും പിന്നെ രാത്രി കിടക്കാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഉറങ്ങാൻ കഴിയില്ല. അവർക്ക് ഉറങ്ങുന്നതിന് പകരം എന്താ ഞാൻ ഉറങ്ങാത്ത, എനിക്ക് എന്തെത്ര ടെൻഷൻ വരുന്നത്, എനിക്ക് എൻ്റെ ഇത് BP ഷൂട്ട് ചെയ്യുന്ന പോലെ തോന്നുന്നു, ആ ഒരു രീതിയിലേക്ക് അവർ പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇപ്പോൾ സ്ഥിരമായി നൈറ്റ് ഷിഫ്റ്റ് എടുക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? മെയിനായിട്ട് പറയുന്നത് ഹാർട്ട് അറ്റാക്ക്. ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് കൂടുതലായിട്ട് എടുക്കുന്നവർ അവർ ഏജ്ഡ് ആകുമ്പോൾ അവർക്ക് ഹാർട്ട് അറ്റാക്കിന് അതുപോലെ സ്ട്രോക്ക് കാര്യങ്ങൾക്കൊക്കെ റിസ്ക് വളരെ കൂടുതലാണ്. ഇപ്പോൾ BP ആയാലും അതുപോലെ ഡയബറ്റീസിനുള്ളൊക്കെ റിസ്ക് വളരെ കൂടുതലാണ്. ഇപ്പോൾ അവർ ചിലപ്പോൾ നോർമലായിട്ട് പോകുന്നുണ്ടാകും, പക്ഷേ അവരെ ഭാവിയിൽ കോൺസിക്വൻസസ് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. പിന്നെ ഉറങ്ങുന്ന സമയത്താണ് നമ്മൾ പല രീതിയിലുള്ള ഹോർമോണൽ ബാലൻസസ് നടക്കുന്നത്. അപ്പോൾ അത് കാരണമായിട്ട് ഹോർമോണൽ ഇംബാലൻസ് ആയിട്ടുള്ള അസുഖങ്ങൾ, തൈറോയിഡ്, PCOD പോലെയുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് ഈ സ്ഥിരമായിട്ട് നൈറ്റ് ഷിഫ്റ്റ് എടുക്കുന്നവരിൽ കാണാം. അപ്പോൾ OPയിൽ വരുന്ന PCOD അല്ലെങ്കിൽ തൈറോയിഡ് ഇഷ്യൂസോ നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ബേസിക് റീസൺ നമ്മൾ ചോദിച്ചു വരുമ്പോൾ ഇതുപോലെയുള്ള സ്ലീപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കും. അത് കാരണമായിട്ട് അവർക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ മൈൻഡ് റിലേറ്റഡ് ആയിട്ട് ആൻസൈറ്റി, ഡിപ്രഷൻ പോലെയുള്ള ബുദ്ധിമുട്ടുകളും കണ്ടുവരുന്നുണ്ട്. അതിപ്പോൾ ഈ പറഞ്ഞ പോലെയാണ് നമ്മളിപ്പം പോസ്റ്റ് കൊറോണ, എനിക്ക് തോന്നുന്നു ഇപ്പം മെജോറിറ്റി ഇപ്പം ഇപ്പോഴത്തെ ഒരു പൊളിറ്റീഷ്യൻ ഭയങ്കരമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, പോസ്റ്റ് കൊറോണ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മരണങ്ങൾ, ലൈക്ക് ഒരു പ്രായം എന്നില്ല, ഒരു ഏജ്ഡ് ആവണമെന്നില്ല, ചെറിയ ചെറിയ കുട്ടികൾ മരിക്കുന്നുണ്ട്, ഒരു മിഡിൽ ഏജ് ആളുകൾ, അവരുടെയൊക്കെ ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മരണകാരണം പെട്ടെന്ന് കുഴഞ്ഞു വീണു, അല്ലെങ്കിൽ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക്. ഇതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന ഉറക്കക്കുറവാണ്. ഇപ്പോൾ ഉറക്കക്കുറവിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു. നമ്മളിപ്പോൾ നൈറ്റ് ഷിഫ്റ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ആളുകൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ ഷിഫ്റ്റുകൾ മാറും. ഇപ്പോൾ നേഴ്സസ് ആണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക ആളുകൾ എന്തുണ്ടാവും, നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടാവും. പിന്നെ റെഗുലർലി 1 വീക്ക് ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് 1 വീക്ക് ഓർ 2 വീക്ക് എന്തുണ്ടാവും, അവർ നൈറ്റ് ഷിഫ്റ്റ് ഒഴിവാക്കിയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ അതിൽ കോംപ്ലിക്കേഷൻ വരുന്ന ആളുകളാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ആളുകൾ. പ്രത്യേകിച്ച് ജോലിയൊന്നും ഉണ്ടാവില്ല, വെറുതെ രാത്രി 12 മണിയൊക്കെ സമയത്ത് ഫോണിൽ തോണ്ടിരിക്കുന്ന സമയത്താണ് 12, 1 മണി, 2 മണി. ചില ആളുകളൊക്കെ പറയും, ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് പ്രത്യേകിച്ച് കുട്ടികൾ ചെയ്യുന്നൊരു കൺസേൺ പറഞ്ഞിട്ടുണ്ട്. ഒരു 10 മുതൽ അല്ലെങ്കിൽ ഒരു 12 അല്ലെങ്കിൽ അത് ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഇപ്പോൾ ഫ്രീ ആണ്, വേറെ പ്രത്യേകിച്ച് അതിൽ ഫങ്ഷൻസ് ഒന്നുമില്ല. അപ്പം രാത്രി ഒരു 4 മണി വരെയൊക്കെ ഫോണിൽ കളിച്ചിരിക്കുക, എന്നിട്ട് സ്ഥിരമായിട്ട് പിന്നെ രാവിലെ 12 മണി ഉച്ച വരെ കിടന്നുറങ്ങുന്ന ആളുകൾ, ചില ആളുകൾ വൈകുന്നേരം വരെ കിടന്നുറങ്ങുന്ന ആളുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മളോട് സംസാരിക്കാറുണ്ട്. സോ ഇപ്പം സ്ഥിരമായിട്ട് ലേറ്റായിട്ട് കിടന്നുറങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തോ കോംപ്ലിക്കേഷൻസ് ലൈഫിൽ അവർ നേരിടേണ്ടി വരും? ഒന്നെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സൈക്കിൾ, റിതമിക് സൈക്കിൾ അവിടെ ബ്രേക്ക് ആവാണ്. അപ്പോൾ അവർക്ക് എന്താണ്, ഇപ്പോൾ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളുടെ കേസാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഗോൾ ഓറിയൻറ്റഡ് ആവാൻ കഴിയില്ല, അവർക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയില്ല, പഠിക്കാൻ കഴിയില്ല. പഠിച്ചത് ഞാൻ നന്നായിട്ട് പഠിച്ചിരുന്നു, പിറ്റത്തെ ദിവസം എക്സാമിന് ഞാൻ ബ്ലാങ്ക് ആയിപ്പോയി. ഇത് അധികം പറയുന്ന കുട്ടികൾ തലേ ദിവസം തീരെ ഉറങ്ങാത്ത കുട്ടികളായിരിക്കും, ഉറങ്ങാണ്ട് പഠിച്ച മഹത്വം പറയുന്ന കുട്ടികളാണ്. ഓക്കെ, അതേപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ബോഡി എൻറ്റയർലി എന്താ പറയുക, കോംപ്രമൈസ് ചെയ്യാണ്. കാരണം അവർക്ക് ഈ പറയുന്ന കോൺസെൻട്രേഷൻ ആണെങ്കിലും അവർക്ക് ബോഡിലി എന്താണ്, ചിലർക്ക് ബ്രീതിങ് ഇഷ്യൂസ്, ചിലർക്ക് എന്താണ് പെട്ടെന്ന് പാനിക് ഡിസോർഡേഴ്സ്, എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും അവർക്ക് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോഴത്തെ കേസിൽ എന്താ പറയുക, ഭയങ്കരമായിട്ട് ഔട്ട് ബേർത്ത്സ് ഭയങ്കരമാണ്. അതായത് ഇപ്പം ചിലർക്ക് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് അത് ചെയ്തു ഇത് ചെയ്തു, ഈ പറയുന്ന സംഭവങ്ങൾ ഭയങ്കരമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ചിലത് യെസ് ഡ്രഗ് ഉണ്ടാവും അതിൽ, പക്ഷെ എങ്കിൽ പോലും അതിൻ്റെ കോൺസിക്വൻസസ് ഭയങ്കരമാണ്. അതേപോലെ കുട്ടികൾക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഭയങ്കരമാണ്. പാരൻസിനോട് സംസാരിക്കാൻ പറ്റുന്നില്ല, ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ പറ്റുന്നില്ല, അവരൊന്നും കൂടെ ഇൻട്രോവേർട്ടഡ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പറഞ്ഞ ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, സ്പോർട്സിൽ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു, അവർക്ക് എന്താണ് ബോഡി ബിൽഡിംഗ് ആണെങ്കിലും അവർക്ക് സ്പോർട്സിലാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ ആൾ മുന്നോട്ട് പോയിരുന്ന ഒരാളാണ്. ഈ വെക്കേഷൻ കഴിഞ്ഞപ്പോൾ പിന്നെ ആളെ തിരിച്ച് കിട്ടിയിട്ടില്ല നമുക്ക്. ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടി. ഡോക്ടറെ ഈ കുട്ടി 1 മാസം കൊണ്ട് എങ്ങനെ കൂടിയതെന്നാണ് പറയാം. ഓക്കെ, കാരണം ഈ ഡോക്ടർ ഉറക്കം വരുന്നില്ല, ആകെ കിട്ടുന്ന 1 മാസമാണ്. ഈ മാസം ഞങ്ങൾ എൻജോയ് ചെയ്യണ്ടേ,
ഞാൻ രാവിലെ 5 മണി വരെ കാണും. എനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങൾ ജസ്റ്റ് പാട്ട് ചിലപ്പോൾ വെറുതെ സ്ക്രോൾ ചെയ്യായിരിക്കും, ഉറക്കം വരുന്നില്ല. രാവിലെ പിന്നെ പ്രത്യേകിച്ച് എണീറ്റ് പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ രാവിലെ എപ്പോഴും എണീക്കുക ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ എണീച്ചാൽ പോരെ, പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലല്ലോ. പക്ഷേ ഇത് സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്നതോട് കൂടെ ഇവരുടെ ആ ഒരു ബ്രെയിൻ ബോഡി റിലേഷൻഷിപ്പ് ഒക്കെ ഇഷ്യൂസ് ആവാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യം തന്നെയാണ്, നേരം വൈകി ഉറങ്ങുക മാത്രമല്ല വളരെ നേരം വൈകി എഴുന്നേൽക്കുന്ന ഒരു ശീലം കൂടി ഇപ്പോൾ നമ്മൾ ആളുകളുടെ ഇടയിൽ കണ്ടുവരുന്നുണ്ടല്ലേ. ഇപ്പോൾ സ്ഥിരമായിട്ട് ഈ നേരം വൈകി എഴുന്നേറ്റാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇപ്പോൾ ഇതുപോലെ പറഞ്ഞ പോലെ തന്നെ ലേറ്റായിട്ട് ഉറങ്ങുക, സ്ക്രോളിങ്, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ജോലി ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉറക്കം കോംപ്രമൈസ് ചെയ്യും അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ആക്ച്വലി അവരുടെ പ്രൊഡക്ടിവിറ്റി അത് കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ രാത്രി ലേറ്റായിട്ട് എണീക്കുമ്പോൾ അവർക്ക് ഓഫീസിലോ അല്ലെങ്കിൽ സ്കൂളിലോ പോകാൻ അവർ നേരത്തെ എണീക്കുകയാണ്. അപ്പോൾ അത്രയും അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ എണീക്കാൻ ലേറ്റ് ആവുന്ന സമയത്ത് എല്ലാം ഭയങ്കര റഷിൽ ഭയങ്കര ഹറിബറിയിൽ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അവർക്ക് എല്ലാം ഒരു 2-3 മണിക്കൂറിൻ്റെ ഉള്ളിൽ ചെയ്യേണ്ട രാവിലത്തെ കാര്യങ്ങൾ അവർ ചിലപ്പോൾ ഹാഫ് ആൻ അവറിലോ അല്ലെങ്കിൽ 1 അവറിലൊക്കെ ആയിരിക്കും അവർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഭയങ്കര റഷായിട്ട് ഭയങ്കര ഹറിബറി ആയിട്ട് പല കാര്യങ്ങളും ചെയ്യുമ്പോഴും അവർ പലതും വിട്ടുപോകും, മറന്നുപോകും. പിന്നെ അവരുടെ മൊത്തത്തിൽ ആ ദിവസം അവർക്ക് ക്ഷീണമായിരിക്കും. അവരെ ജോലിയിലൊന്നും അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. കുട്ടികളാണെങ്കിൽ ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. അൾട്ടിമേറ്റ്ലി അവരുടെ പ്രൊഡക്ടിവിറ്റി കുറയും. അതുപോലെ റിസൾട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ പഠിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കൂടുതലായിട്ട് ഇത്തരം ആളുകൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് മൊത്തത്തിൽ അവരുടെ ആ ദിവസം മൊത്തം ക്ഷീണം, അതുപോലെ കൊട്ടുവായ ഇടുന്നത്, പിന്നെ അവർ മൊത്തത്തിൽ ടയേർഡായി പോവുകയാണ് ചെയ്യുന്നത്. അവരുടെ പ്രൊഡക്ടിവിറ്റി കുറയാണ് ശരിക്കും ഇത്തരം ആളുകളിൽ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഉറക്കിനെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് നമ്മൾ സ്ഥിരമായിട്ട് ലേറ്റായിട്ട് ഉറങ്ങുകയും അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഉറക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ അൽഷിമേഴ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരും എന്നുള്ളത് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഈ ഉറക്കും അൽഷിമേഴ്സും തമ്മിൽ ബന്ധമുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞു ഉറക്കം എന്ന് പറഞ്ഞാൽ റീസെറ്റാണ്. റീസെറ്റ് എന്ന് പറയുമ്പം അതിൻ്റെ കൂടെ റിപ്പയർ ആൻഡ് വേസ്റ്റിനെ പുറന്തള്ളുക എന്നുള്ളതും കൂടിയുണ്ട്. നമ്മളെ ബ്രെയിനിൽ കുറേ വേസ്റ്റ് പ്രോഡക്ട്സ് ഉണ്ടാകുന്നുണ്ട്. ഈ വേസ്റ്റ് പ്രോഡക്ട്സിനെ തള്ളാനുള്ള ഒരു ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഈ നൈറ്റിലുള്ള ഉറക്കമാണ്. ഓക്കെ, ഇത് സംഭവിക്കുന്നില്ല വെച്ചാൽ എന്ത് പറ്റും? ഈ വേസ്റ്റ് അവിടെ തന്നെ നിൽക്കും. ഈ വേസ്റ്റ് അവിടെ തന്നെ നിൽക്കുമ്പം ദർ ആർ മോർ പോസിബിലിറ്റീസ് ഫോർ അൽഷിമേഴ്സ്. അതായത് അവിടെയുള്ള ന്യൂറോൺസിനെ ഡിസ്ട്രോയ് ചെയ്യാനും അതിൻ്റെ പ്രവർത്തനങ്ങളെ ഇഷ്യൂ ആക്കാനും ഒക്കെ ഉള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഉറക്കം ആൻഡ് അൽഷിമേഴ്സ് ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ അൽഷിമേഴ്സിനെ കുറിച്ച് സംസാരിച്ച സമയത്ത് ഈ ഒരു 5 ശീലമുള്ള ആളുകൾക്ക് അൽഷിമേഴ്സ് വരുമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ് ശീലങ്ങൾ? ഫസ്റ്റ് ഓഫ് ഓൾ ഉറക്കക്കുറവ്. 2, നിങ്ങൾ കറക്റ്റായിട്ട് ഫുഡ് കഴിക്കുന്നില്ല, എപ്പോഴും ജങ്ക് ഫുഡ്സാണ്, നിങ്ങളുടെ ബ്രെയിനിന് ആവശ്യമുള്ള ഫുഡ് നിങ്ങൾ കഴിക്കുന്നില്ല. 3, നിങ്ങൾ ഭയങ്കര സ്ട്രെസ്ഡാണ്, ഇതിനെ ഒഴിവാക്കാനുള്ള മാർഗവും നോക്കുന്നില്ല, ഇത് വീണ്ടും വീണ്ടും ഇതിൽ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാണ്. 4, നിങ്ങൾ എക്സസൈസ് ഒട്ടും ഇല്ലാത്ത ജീവിതമാണ്. അതായത് എപ്പോഴും എങ്ങനെയാണോ അങ്ങനെ എന്നുള്ള രീതിയിൽ പോകുന്ന ആളുകൾ. അതേപോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്മോക്കിംഗ്, ആൽക്കഹോൾ പോലുള്ള ദുശീലങ്ങളുള്ള ആളുകൾ. ഇവരിൽ എന്തായാലും അൽഷിമേഴ്സിനുള്ള ചാൻസ് ലേറ്റർ ഓൺ റിസ്ക് ഉള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ സ്ലീപ്പ് ഡിസോർഡർ ആണല്ലോ സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത്. എന്താണ് ശരിക്കും സ്ലീപ്പ് അപ്നിയ? സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കുറച്ച് സെക്കൻഡ്സ് നമ്മളെ ശ്വാസം നിലച്ച് പോവുക, അല്ലെങ്കിൽ അതിന് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, അത് കാരണമായിട്ട് ഉറക്കത്തിൽ വെപ്രാളപ്പെട്ട് എണീക്കുന്നതാണ് ഈ സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത്. പലപ്പോഴും സ്ലീപ്പ് അപ്നിയയുടെ സിംറ്റംസ് പേഷ്യൻ്റ് അറിഞ്ഞോളന്നില്ല. കൂടെ കിടക്കുന്നവരായിരിക്കും അവരുടെ ഉറക്കത്തിലുള്ള ഈ വെപ്രാളവും ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഈ അടുത്തുള്ള ആളുകളാണ് കൂടുതലായിട്ട് നോട്ടീസ് ചെയ്യുന്നതും അത് പിന്നീട് നമ്മളെ അടുത്തേക്ക് ഡോക്ടേഴ്സിനെ കാണിക്കാനും ഉള്ളൊരു സാഹചര്യം ഒരുക്കുന്നത് ഈ അടുത്ത് കിടക്കുന്നവരാണ് കൂടുതലായിട്ട് നോട്ടീസ് ചെയ്യുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ഉറക്കത്തിൽ കൂടുതലായി നല്ല സൗണ്ടിലുള്ള കൂർക്കം വലി ഈ ഒരു സ്ലീപ്പ് അപ്നിയയുടെ സിംറ്റംസാണ്. കാരണം അവർക്ക് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഒരു ലൗഡ് സ്നോറിങ്, സാധാ കൂർക്കം വലിയല്ല, ചിലപ്പോൾ എല്ലാ കൂർക്കം വലി സ്ലീപ്പ് അപ്നിയയുടെ സിംറ്റംസ് ആയിക്കൊള്ളണമെന്നില്ല. നല്ല സൗണ്ടിൽ കൂർക്കം വലിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നോട്ടീസ് ചെയ്യേണ്ടതാണ്. പിന്നെ അതുപോലെ വാ തുറന്ന് ഉറങ്ങുക, അവർക്ക് മൂക്കിലൂടെ ശ്വാസം എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ വാ തുറന്ന് ഉറങ്ങും. ഇപ്പോൾ കൂടുതൽ ഈ മെയിൽസിൽ ആണുങ്ങളിലാണ് ഈ കൂടുതലായിട്ടുള്ള ഈ ലൗഡ് സ്നോറിങ് കണ്ടുവരുന്നത്.
ഇപ്പോൾ സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ ഈ സ്നോറിങ്ങിനേക്കാൾ കൂടുതൽ നമ്മൾ നോട്ടീസ് ചെയ്യുന്ന സിംറ്റംസ് ഈ ഉറക്കത്തിലുള്ള വെപ്രാളം, അതുപോലെ നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഉണരുന്നുണ്ട്, ദിവസം മുഴുവൻ ക്ഷീണമാണ്, തലവേദനയാണെന്നൊക്കെ പറഞ്ഞു വരും. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം സ്ലീപ്പ് അപ്നിയ ആയിരിക്കും. പിന്നെ അതുപോലെ കുട്ടികളിൽ ഈ അഡിനോയിഡിൻ്റെ പ്രശ്നമുള്ളവരിലും, അഡിനോയിഡ് ഹൈപ്പർട്രോഫി, അതുപോലെ ടോൺസിൽസ് ഒക്കെ വീങ്ങി അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവരിലും ഇതുപോലെ തന്നെ വാ തുറന്ന് ഉറങ്ങാറുണ്ട്. രാവിലെ എണീക്കുമ്പോഴേക്കും അവർക്ക് ഈ വായും അതുപോലെ തന്നെ ഈ തൊണ്ടയ്ക്ക് നല്ല വരണ്ട ബുദ്ധിമുട്ടുകൾ കണ്ടുവരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് സ്ലീപ്പ് അപ്നിയയുടെ സിംറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ശരിക്കും സ്ലീപ്പ് അപ്നിയ വരുന്നത്? 2 പോസിബിലിറ്റി ഉണ്ട്. ഒന്ന് മൈൻഡ് റിലേറ്റഡ് ആവാം, ഒന്ന് ബോഡി റിലേറ്റഡ് ആവാം. ഇപ്പം ചിലർക്ക് ഇപ്പം നല്ല സ്ട്രെസ്സിലാണ്, നല്ല ഒബസിറ്റി ഉള്ള ആളുകളാണ്, അല്ലെങ്കിൽ ചിലർക്ക് സ്ട്രോക്ക് ഉള്ളതാണ്, അവർക്ക് അങ്ങനെ എന്തെങ്കിലും പാരാലിസിസ് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന, അതായത് ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം എയർ പൈപ്പിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഫ്ലാപ്പ് ഉണ്ട്, അവിടെ ഒരു കവറിങ് ഉണ്ട്. ഈ ഫ്ലാപ്പ് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് കവേർഡായി പോവാണ്, അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തേക്കുള്ള എയർ പൈപ്പ് അവിടെ പാരാലിസ്ഡ് ആയി പോവാണ്. അപ്പോഴാണ് നമുക്ക് ശരിക്കും ശ്വാസം മുട്ടി നമ്മൾ ഉണർന്നു പോകുന്നത്. അപ്പോൾ ഇതിനെ കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിലുള്ള നമ്മളെ ബോഡിയിൽ ഇഷ്യൂസ് ആണ് ആക്ച്വലി നമുക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലോ നേരത്തെ സ്നോറിങ്, അതായത് കൂർക്കമലി വല്ല പോലെ ഉണ്ടാവും ഈ സ്ലീപ്പ് അപ്നിയ ഉള്ള ആളുകൾക്ക് എന്നുള്ളത്. ചിലപ്പോൾ ഡോക്ടർ പറഞ്ഞത് ശരിയാണ്, നമ്മളെ കൂടെ ഉള്ള ആളുകൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. ചില സമയത്ത് നമ്മൾ ഇങ്ങനെ കൂട്ടുകാരെ കളിയാക്കാറുണ്ട്, നമുക്ക് ആരാണ് ഏറ്റവും കൂടുതൽ സൗണ്ടിൽ കൂർക്കം വലിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ കളിയാക്കുന്ന സിറ്റുവേഷൻസ് ആറുണ്ട്. പിന്നെ ചില സമയത്ത് ചില ആളുകൾ ഈ പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് കൂർക്കം വലിക്കുന്ന ആളുകളുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നല്ല ടയേർഡായിട്ട് കിടന്നുറങ്ങിയാലും കൂർക്കം വലിക്കുന്ന ആളുകളുണ്ട് ശരിക്കും. പക്ഷെ അതൊരു എന്താ പറയുക, ഒന്ന് നമ്മളൊരു പബ്ലിക്കായിട്ട് കിടക്കുന്ന സമയത്ത് ചില ആളുകൾ ഈ പറഞ്ഞ പോലെ നേരത്തെ യാത്രയിൽ ഉറങ്ങിപ്പോകുന്ന സമയത്ത് വല്ലാതെ കൂർക്കം വലിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത്, നമ്മളല്ല ഓഫീസിലിരുന്ന സമയത്ത് ഉറങ്ങിപ്പോകുന്ന സമയത്ത് പെട്ടെന്ന് അതായത് ഒരു ഞെട്ടി എഴുന്നേൽക്കുന്ന പോലെയുള്ള ചില ആളുകൾ ഉറങ്ങുകയാണോ എന്ന് അറിയാൻ ആ ഒരു കൂർക്കം വലി കേട്ടാൽ മതി. അതെ, ഉറക്കത്തിലേക്ക് പോകുന്ന ടൈമിൽ കുറുക്കം വലിക്കും, ദ ടൈം അവർ ഉണരുന്ന സമയത്ത് ആ കുറുക്കം വലി നിൽക്കുകയും ചെയ്യും. അപ്പം അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ സ്നോറിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൂർക്കവലി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സ്നോറിങ് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന 4 കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? മെയിനായിട്ട് പറയുന്നത് വെയിറ്റ് കൂടുതലുള്ളവരിലാണ് സ്നോറിങ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ഹെൽത്തി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു വശത്തോട്ട് ചെരിഞ്ഞ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ സ്നോറിങ്ങിൻ്റെ ബുദ്ധിമുട്ട് കുറക്കാൻ പറ്റും. പിന്നെ ചിലർക്ക് ഇപ്പോൾ കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ അഡിനോയിഡിൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് അവർക്ക് മൂക്കിലൂടെ ശ്വസിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് വായിലൂടെ ശ്വസിക്കുമ്പോൾ അവർക്ക് കൂടുതൽ സ്നോറിങ്ങിൻ്റെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് എന്തെങ്കിലും മൂക്കടപ്പോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അലർജി ഉള്ളവരിലോ ഇതുപോലെയുള്ള ബുദ്ധിമുട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ എന്താണ്, അതിൻ്റെ കോസ് എന്താണെന്നെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഇതുപോലെയുള്ള ആൽക്കഹോൾ, അതുപോലെയുള്ള സ്ട്രെസ്സൊക്കെ കൂടുതലായിട്ടുള്ളവരിലാണെന്നുണ്ടെങ്കിൽ അത് കുറക്കാനുള്ള ടെക്നിക്സ്, മെഡിറ്റേഷനോ അതുപോലെ എക്സസൈസ് കൂടുതലായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഒന്നുകൂടെ റിലാക്സ് ആവും. അപ്പോൾ അത്തരം എന്താണ് അതിൻ്റെ കോസ് എന്നെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ ഈ ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റങ്ങൾ കൂടി നമുക്ക് സ്നോറിങ് കുറക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ നല്ലൊരു സ്ലീപ്പിൻ്റെ ഇടയിൽ ഞെട്ടി ചില ആളുകൾ പലപ്പോഴും മൂത്രമൊഴിക്കാനൊക്കെ ആയിട്ട് പലപ്പോഴും എഴുന്നേൽക്കാറുണ്ട്. ശരിക്കും എത്ര തവണ നമുക്ക് ഉറക്കത്തിനിടയിൽ എഴുന്നേൽക്കാൻ പറ്റും? ഒരു 1-2 തവണ. അത് മൂത്രം ഒഴിക്കാനാണ് നിങ്ങൾ എണീക്കുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, കാരണം തിരിച്ചു വരുമ്പോഴേക്കും നമ്മൾ വീണ്ടും ഉറക്കത്തിലേക്ക് പോകും. പക്ഷെ അതിൽ കൂടുതൽ ടൈം നമ്മൾ ഞെട്ടി എണീക്കുകയാണ്, വേറെ എന്തെങ്കിലും കാരണത്താലാണ് എണീക്കുന്നതെന്നുണ്ടെങ്കിൽ പിറ്റത്തെ ദിവസം നമുക്കൊരു റിഫ്രഷ്ഡ് ആയിട്ടുള്ള നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഉറക്കം കിട്ടി എന്നുള്ള ഫീലിംഗ് കുറവായിരിക്കും. അപ്പോൾ മോർ ദാൻ 1 or 2 അത് സ്ഥിരമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ്, എങ്ങനെ അതിനെ മാറ്റാം എന്നുള്ളത് നമ്മൾ എന്തായാലും നോക്കേണ്ടതുണ്ട്. ഓക്കെ, ഇപ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ചതിലൊരു വിഷയമായിരുന്നു സ്നോറിങ് എന്നുള്ളത്. ഇപ്പോൾ അതിൻ്റെ വേണ്ട ഒരു കാര്യം ചോദിക്കുകയാണ്, ഇപ്പോൾ നേസൽ സ്ട്രിപ്പൊക്കെ നമ്മൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് സ്നോറിങ്ങിന് നല്ലതാണെന്നുള്ള പറഞ്ഞിട്ട്. ശരിക്കും ഈ നേസൽ സ്ട്രിപ്പൊക്കെ യൂസ് ചെയ്യുന്നത് നമുക്ക് സ്നോറിങ് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ടോ? അതായത് ഈ നേസൽ സ്ട്രിപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ഭാഗത്ത് മാഗ്നറ്റ് വെച്ച് അതിനെ വിടർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പാത്വേ ക്ലിയർ ചെയ്യാണ്, എയർ പാത്വേ ക്ലിയർ ചെയ്യുമ്പം സ്മൂത്തായിട്ട് എയർ ഉള്ളിലേക്ക് പോകാനും പുറത്തേക്ക് വരാനും, അതായത് സ്നോറിങ്ങിലുള്ള ചാൻസസ് കുറവാണ്. പക്ഷേ റിപ്പീറ്റഡ്ലി ഒരുപാട് കാലം നമ്മൾ കാരണം അറിയാണ്ടാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നീട് ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്.
ഓക്കെ. ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം നമ്മൾ സ്ലീപ്പിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമുക്ക് നമ്മൾ എപ്പോഴും ഉറക്കം കിട്ടാത്ത ആളുകളെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് എപ്പോഴും ഹൈ ആയിട്ട് നിൽക്കുന്നൊരു ഹോർമോണാണ് കോർട്ടിസോൾ ഹോർമോൺ എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് എങ്ങനെയാണ് ഈ കോർട്ടിസോൾ ഹോർമോൺ നമുക്ക് കുറയ്ക്കാൻ പറ്റുക? കോർട്ടിസോൾ ഹോർമോൺ എന്ന് പറയുമ്പോൾ സ്ട്രെസ് ഹോർമോണാണ്. നമ്മളെ ശരീരം, നമ്മളിപ്പോൾ ഈ ബിസി ലൈഫ് സ്റ്റൈലിൽ നമുക്ക് ഒരുപാട് രീതിയിലുള്ള സ്ട്രെസ്സുകൾ ഉണ്ടാവും. അപ്പോൾ നമുക്കിതിന് ചെയ്യാൻ പറ്റുന്നത് ഡെയിലി എക്സസൈസ് ചെയ്യാന്നുള്ള ഒരു 30 മിനിറ്റ്സ് നമ്മൾ എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ബോഡി അതുപോലെ മൈൻഡും ഒരുപാട് റിലാക്സ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള ഒരു സ്ലീപ്പിംഗ് ഷെഡ്യൂൾ, ഒരു കറക്റ്റ് സമയത്ത് ഉറങ്ങുക, അതുപോലെ തന്നെ കറക്റ്റ് ടൈമിൽ എണീക്കാനും ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ അവധി ദിവസങ്ങളിലാണെങ്കിൽ പോലും ഈ ഒരു ഷെഡ്യൂൾ നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ലേറ്റായി എണീക്കുമ്പോൾ ഇതുപോലെ ഹറിബറി റഷ് കാര്യങ്ങളാകുമ്പോൾ നമ്മൾ കോർട്ടിസോളിൻ്റെ അളവ് കൂടും. അപ്പോൾ ഇതുപോലെ നമ്മളൊരു റുട്ടീൻ ഫോളോ ചെയ്ത് ഒരു ഷെഡ്യൂൾ ഫോളോ ചെയ്ത് ഉറങ്ങുക, എക്സസൈസ് ചെയ്യുക എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കോർട്ടിസോളിൻ്റെ അളവ് കുറക്കാൻ പറ്റും. പിന്നെ ചില ഡിസീസ് കണ്ടീഷൻസിൽ കോർട്ടിസോൾ കൂടും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അതിൻ്റെ കാരണം എന്താണ്, ആ ഒരു മെഡിക്കൽ റീസൺ കൂടെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കോർട്ടിസോൾ ഹോർമോൺ കുറയ്ക്കാനും, ഇപ്പോൾ നമ്മൾ ഉറക്കം കൂട്ടുന്ന ഒരു ഹോർമോണുള്ള മെലാറ്റോണിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോർട്ടിസോൾ ഹോർമോൺ കുറയ്ക്കാനും മെലാറ്റോണിൻ കൂട്ടാനും നമുക്ക് എന്താണ് നമ്മൾ ചെയ്യാൻ പറ്റുക? ഒന്ന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എക്സസൈസ് വെരി ഇമ്പോർട്ടൻറ്റ്. 2 എന്ന് പറയുകയാണെങ്കിൽ വെയിൽ കൊള്ളുക എന്നുള്ളത്. കാരണം ഈ മെലാറ്റോണിൻ എന്ന് പറയുന്നത് നമുക്ക് സ്ലീപ്പ് ഹോർമോണാണ്. സ്ലീപ്പ് ഹോർമോൺ ഇൻഡ്യൂസ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ രാത്രി ആവണം. പക്ഷെ അതേപോലെ തന്നെ നമ്മളെ ബോഡിയിൽ ഈ പറയുന്ന കോർട്ടിസോളിനെ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? വൈറ്റമിൻ ഡി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എപ്പോഴും ഒരു മോർണിംഗ് 11 to ആഫ്റ്റർനൂൺ 3, അത് നല്ല ചൂടുകാലത്തല്ല എന്നാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ആ ഒരു ടൈമിൽ എന്തായാലും വെയിൽ ഒരു 10 minutes to 15 minutes കൊള്ളുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതേപോലെ തന്നെ പറയാനുള്ളതാണ്, രാത്രി നിങ്ങൾ കിടക്കുന്നുണ്ടോ എപ്പോഴും ലൈറ്റ്സ് ഡൗൺ. എന്താ പറയുക, ചില ആളുകളുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഒരു ഒരു ഓട്ട പോലും എവിടെ ഉണ്ടാവാൻ പാടില്ല. കർട്ടൻ്റെ അടിയിൽ 2 സാധനം വേറെ വെച്ചിട്ട് അത്രയും ഇരുട്ടാക്കി ഒരു സൗണ്ട് പോലും ഇല്ലാണ്ട് അങ്ങനെ കിടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് അവരുടെ ബോഡിയിൽ ഈ മെലറ്റോണിൻ പ്രൊഡക്ഷൻ കൂട്ടും. അതേപോലെ പറയാനുള്ളതാണ് സ്ക്രീൻ ടൈം. നോ സ്ക്രീൻ ടൈം, ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 hour ബിഫോർ സ്ലീപ്പ്. ഇത് നിങ്ങളുടെ മെലറ്റോണിൻ്റെ പ്രൊഡക്ഷൻ വളരെയേറെ കുറയ്ക്കുന്ന ഒരു സാധനമാണ്. കാരണം വെളിച്ചമുള്ള സമയത്ത് മെലറ്റോണിൻ പ്രൊഡക്ഷൻ കുറയും, ഇരുട്ടായാൽ മാത്രമാണ് ആക്ച്വലി മെലറ്റോണിൻ കൂടുകയുള്ളൂ. ഓക്കെ. അപ്പം എപ്പോഴും ആ ഒരു ഉറക്കത്തിൻ്റെ ഒരു 1 to 2 hours ബിഫോർ എങ്കിലും നിങ്ങൾ സ്ക്രീൻ ടൈം ഇല്ലയെന്ന് വെക്കണം. ഇരുട്ട്, അതേപോലെ നമ്മളുടെ ആ റൂം, ഒച്ച, സ്ട്രെസ്, ഇതിനൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പോൾ 6 മണിക്ക് ശേഷം ഒരിക്കലും ചെയ്യരുത് എന്നൊരു ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്നൊരു 4 കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? മെയിനായിട്ട് പറയുന്നത്, നമ്മൾ ഡിന്നർ കഴിക്കുന്നത് നേരത്തെ കഴിക്കുക. ഒരു 6 മണി, മാക്സിമം ഒരു 7 മണി ആകുമ്പോഴേക്കും ഡിന്നർ കഴിച്ചിരിക്കണം. ഒരുപാട് ലേറ്റായിട്ട് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഡിന്നർ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡി കൂടുതലായിട്ട് ഒരു റെസ്റ്റിലോട്ട് പോവാതെ കൂടുതൽ പ്രോസസ്സിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ഡിന്നർ നേരത്തെ കഴിക്കുക. അതുപോലെ തന്നെ സ്ട്രെസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് നമുക്ക് കൂടുതലായിട്ട് എക്സസൈസ് ചെയ്യാം. എക്സസൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ വളരെ ലേറ്റായിട്ടുള്ള എക്സസൈസുകൾ, വൈകുന്നേരം കൂടുതലായിട്ട് എക്സസൈസുകൾ ചെയ്യുന്നത് കുറയ്ക്കുക. പിന്നെ അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നുള്ളതാണ്. മെയിനായിട്ട് ഉറങ്ങുന്നതിൻ്റെ ഒരു 1 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഇതുപോലെയുള്ള സ്ക്രീൻ ടൈമുകൾ കുറയ്ക്കാൻ. ഇപ്പോൾ നമ്മളൊരു ദിവസം മൊത്തം ഈ ജോലി സംബന്ധമായിട്ട് സ്ക്രീൻസ് ഉപയോഗിക്കുന്നവരായിരിക്കും. അപ്പോൾ ഒരു 6 മണിക്ക് ശേഷം അത് ഷട്ട് ഓഫ് ചെയ്യുക. മെയിനായിട്ട് പറയുമ്പോൾ ഒരു മണിക്കൂർ മുമ്പെങ്കിലും ഈ സ്ക്രീന് ഉപയോഗിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡോക്ടർ എന്ത് ചെയ്തു, നമ്മൾ 6 മണിക്ക് ശേഷം ചെയ്യരുത് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഡോക്ടർ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. ഇപ്പം ശരിക്കും ആളുകളൊക്കെ കൺഫ്യൂഷനുള്ളൊരു സാധനമാണ് എപ്പോഴാണ് കറക്റ്റ് ഉറങ്ങേണ്ടത്, എപ്പോൾ കറക്റ്റ് എഴുന്നേൽക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ്. ഇപ്പം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഉറങ്ങണം എന്നുള്ളതിന് ഏറ്റവും ബെസ്റ്റ് ടൈം ഏതാണ്? ഹെൽത്തി സ്ലീപ്പ് ആണെന്നുണ്ടെങ്കിൽ ബൈ 11 നിങ്ങൾ ഡീപ്പ് സ്ലീപ്പിലേക്ക് എത്തണം. അത് പക്ഷെ ഒറ്റയടിക്ക് എത്തില്ല. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു 9 to 10 ആകുമ്പോഴേക്കും നിങ്ങൾ ഉറങ്ങാനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങണം. ബൈ 10 യു ഷുഡ് ബി ഇൻ ദ ബെഡിലെത്തി 11 മണിയാകുമ്പോഴേക്കും നിങ്ങൾ ഉറക്കത്തിലേക്ക് എത്തണം. എണീക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഏർലി ബേർഡ് എന്തിനാവുന്നതെന്നുള്ളത്. പക്ഷേ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടും ഏറ്റവും ഹെൽത്തി ആയിട്ട് നിങ്ങളെ ബോഡി കറക്റ്റായിട്ട് റീസെറ്റ് ചെയ്ത് റിഫ്രഷായി റിപ്പയർ ആവണമെന്നുണ്ടെങ്കിൽ ബൈ 5-6
നിങ്ങളുടെ ബോഡിക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ടൈമാണ്. ബൈ 7 ഇസ് ഓക്കെ. പക്ഷേ ഈ ഒരു ടൈം, അതായത് ബൈ 11 നിങ്ങൾ ഡീപ്പ് സ്ലീപ്പിലേക്ക് എത്തണം, ബൈ 5 or 6 നിങ്ങൾ എണീക്കണം. ഏറ്റവും ബെസ്റ്റ് സൈക്കിൾ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ. ഇപ്പോൾ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. നേരം വൈകി അല്ലെങ്കിൽ നേരത്തെ കിടക്കുക എന്ന് പറഞ്ഞത് ആളുകളെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നേരത്തെ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ശീലങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് മൈൻഡ് സെറ്റ് ചെയ്യാം. ഞാൻ ഇന്ന് ഈ ടൈമിലേക്ക് ഉറങ്ങും. ഇത് സെറ്റ് ചെയ്യാണ്ട് ഒരു പരിപാടി നടക്കില്ല. ഇത് സെറ്റ് ചെയ്യുന്നതോട് കൂടെ നമുക്ക് ബാക്കി ഷെഡ്യൂൾസ് നമുക്ക് ഒരു ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ഇത്ര സമയമാകുമ്പോഴേക്കും കഴിക്കണം, ഞാൻ ഇത്ര സമയമാകുമ്പോഴേക്കും വേണമെങ്കിൽ ഒരു ചെറിയ കുളിക്കാം, അല്ലെങ്കിൽ ഇത്ര സമയമാകുമ്പോഴേക്കും എൻ്റെ പണികളെല്ലാം തീർക്കണം. ഇങ്ങനൊരു ഷെഡ്യൂൾ അവിടെ നിർബന്ധമാണ്. ഇത് നിങ്ങൾ കുറേ കാലമായിട്ട് 2 മണിക്കും 1 മണിക്കും കിടക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഈ ഒരു സംഭവം പോസിബിൾ അല്ല. ഓക്കെ, പക്ഷേ നിങ്ങൾ മൈൻഡ് സെറ്റ് ചെയ്യുക, ഇത് നിങ്ങൾ കണ്ടിന്യൂസ് ആക്കി കൊണ്ടുവരിക എന്നുള്ളതാണ്. ആദ്യത്തെ ദിവസം തന്നെ ഞാൻ 9 മണിക്ക് അല്ലെ 10 മണിക്ക് കയറി കിടന്നു ഞാൻ പിന്നെ 2 മണിക്ക് തന്നെ ഉറങ്ങണത്, പിന്നെ ഞാനതിനെ നേരത്തെ കിടക്കണത് എന്ന ചോദ്യം ഒഴിവാക്കാം. നിങ്ങൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങളെ സൈക്കിൾ, സിർക്കാഡിയം റിതം എന്ന് പറയും, ഈ ഒരു സൈക്കിളിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഈ മൈൻഡ് സെറ്റ് ചെയ്ത്, യെസ് ബോഡിയിൽ നിങ്ങൾക്ക് വേറെ എഫെക്ഷൻസ് ഒക്കെ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പ്രോബ്ലംസ് വരും. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ റൂട്ടീനിനെ ഇതിനനുസരിച്ച് ഹൈജീനിക്കലി നിങ്ങൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു മേ ബി എ വീക്ക് നിങ്ങൾക്ക് എടുക്കും, മേ ബി 2 weeks. പക്ഷെ അപ്പോഴേക്കും നിങ്ങൾ ഈ ഒരു ടൈമിലേക്ക് ഉറങ്ങാൻ തുടങ്ങും, റെഡിയായി വരും. ഇനി ചില ആളുകളുണ്ട് ഇടയിൽ വെച്ച് ഉണരും, അയ്യോ എനിക്കിനി 5 മണിക്ക് എണീക്കണമല്ലോ, ഞാനിനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ ടെൻഷനായിരിക്കും. അപ്പം നമുക്ക് തന്നെ അറിയണ്ടാവും, നമ്മൾ എന്താണ് ഉറക്കത്തിന് ഇടയിൽ പെട്ടെന്ന് ഞെട്ടിയാണെന്നോ നമ്മളെന്താ ഫസ്റ്റ് ചെയ്യുക? ഫോൺ നോക്കും. ഫോൺ നോക്കിയാൽ പഠിച്ചോൻ ഇനിയിപ്പോൾ ആകെ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ, പക്ഷേ ആ ഒരു സമയത്ത് എണീറ്റിരുന്നെങ്കിൽ ഇപ്പോൾ എണീക്കായിരുന്നു, ഇനിയിപ്പോൾ ഇപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ആദ്യം ആലോചിക്കുക അല്ലേ. പക്ഷെ എന്താ സംഭവിക്കുക, അവിടെ അത് നോക്കി എന്നാൽ പിന്നെ ഇനി കുറച്ച് നേരം കൂടെ ഒന്നിങ്ങനെ തോണ്ടിയാലോ എന്നുള്ള ചില ആളുകൾക്ക് വരും. ചില ആളുകൾക്ക് ടെൻഷനാവും, ഇനിയിപ്പോൾ എനിക്ക് ഉറങ്ങാൻ നേരമല്ലല്ലോ, ഇനിയിപ്പോൾ ഞാൻ എണീക്കാനായല്ലോ, ഇനിയിപ്പോൾ ഞാൻ എണീക്കാൻ, ഇതിൽ ഉറക്കം പോവും. ചിലർക്ക് എന്താ സംഭവിക്കുക, ചിലർക്ക് ആ ഒരു നോട്ടത്തിൽ അവർ ഉറക്കം പോവും, പിന്നെ അവർ ഉറങ്ങി പിന്നെ എണീക്കുമ്പോഴേക്കും 6 മണിയുള്ളത് 8 മണിയാവും. എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. 10 മിനിറ്റ് കിടക്കാന്ന് എന്ന് പറയുന്നുണ്ടോ അന്ന് 1 മണിക്കൂർ കഴിയാതെ ചെയ്തിട്ടില്ല, നടക്കൂല. ഞാനൊരു 10 മിനിറ്റ് സ്ക്രോൾ ചെയ്തിട്ട്, ഇപ്പം എത്ര നേരം ഞാൻ ബിസി ആയിരുന്നു, 10 മിനിറ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തിട്ട് നമുക്ക് ഉറങ്ങാം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും 10 മിനിറ്റ് നടന്നിട്ടുണ്ടോ? ഒരിക്കലും നടക്കില്ല. നിങ്ങളതല്ല, ആരതും നടക്കൂല. കാരണം പിന്നെയും നമ്മൾ വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണും. പക്ഷെ ഇത് കാണും തോറും നമ്മളെ മെലാറ്റോണിൻ അവിടെ കുറയും തോറും നമുക്ക് പിന്നെ ഉറക്കം വരാത്തതുകൊണ്ട് നമ്മൾ അധികം ആൾക്കാരോടും എന്താ ഉറങ്ങാത്ത, ഉറക്കക്കുറവുണ്ട്, എന്താ ബുദ്ധിമുട്ടുണ്ട്, അല്ല ഡോക്ടറെ ഫോണുമ്പിൽ കളിച്ചിരിക്കണോണ്ട് അറിയാണ്ട് അങ്ങനെ ആയിപ്പോണതാണ്. അപ്പൊ പിന്നെ അതിപ്പോ ഒരു ശീലമായി, ഇപ്പൊ നേരത്തെ കിടന്നാലും ഉറക്കം വരുന്നില്ല. നമ്മൾ ആദ്യം പറയുന്നത് ഫോൺ അടുത്ത റൂമ് കൊണ്ടേ വെക്കുന്ന. ഇതിൽ അല്ല, ഈ പറഞ്ഞതിൽ നമുക്ക് വേറൊരു പോയിന്റും കൂടെ ഉണ്ട്. ഇപ്പൊ എപ്പോഴും പറയുന്നതാണ്, ബെഡ്റൂം എന്ന് പറയുന്നത് 1 ഉറങ്ങാനും 2 സെക്സിനും, ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ബെഡ്റൂം യൂസ് ചെയ്യാറൂ എന്ന് എപ്പോഴും നമ്മൾ പറയാറുണ്ട്. പിന്നെ കാരണം അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ബെഡ്റൂമിൽ കയറുന്ന സമയത്ത് തന്നെ ഇതൊന്ന് ബോഡിക്ക് തന്നെ മനസ്സിലാവും, ഒന്നെങ്കിൽ എന്താണ് എനിക്കൊന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സെക്സിന് വേണ്ടിയിട്ടാണ്. ഈ കാര്യം ഓട്ടോമാറ്റിക്കലി ഫീഡാകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉറങ്ങാൻ പറ്റും എന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ എവിടെ ഒന്ന് കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ശരി തന്നെയല്ലേ? ശരി തന്നെയാണ്, അൺലെസ് നിങ്ങൾ ബെഡ്റൂമിൽ വേറെ പരിപാടിയൊന്നും ചെയ്യുന്നില്ല അച്ഛാ. അതായത് അതിലേക്ക് റൊട്ടീനിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ മാറി വരണം എന്നുള്ളതാണ് ശരിയാണ്. ഇപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഉറങ്ങാൻ കിടക്കുന്നത്, ഇപ്പോൾ കോമൺ ആയിട്ട് ഇപ്പോൾ കപ്പിൾസിൻ്റെ ഇടയിൽ അവർക്ക് തന്നെ കൺഫ്യൂഷനുള്ളൊരു കാര്യമാണ്, ശരിക്കും ഏറ്റവും ബെസ്റ്റായിട്ട് ഇപ്പോൾ സെക്സിന് ഏറ്റവും ബെസ്റ്റ് സമയം ഏതാണെന്നുള്ളത്. സെക്സിന് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് അധികവും രാവിലെയാണ്. പക്ഷേ അതെല്ലാവർക്കും പോസിബിൾ അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളെ ബോഡി ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്ത് നല്ല എനർജറ്റിക്കലി നേരത്തെ എണീറ്റ് ആ ഒരു മൂഡിലേക്ക് വന്ന് അങ്ങനെ നിങ്ങൾ സെക്സിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും എൻജോയബിൾ ടൈം എന്ന് പറയുന്നത് രാവിലെയാണ്. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പം 2 പേരും വർക്കിംഗ് ആണ്, 2 പേരും ഓൺട്രപ്രണേഴ്സ് അല്ലെങ്കിൽ ഭയങ്കര ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്, എനിക്ക് ഇന്ന് ഇതൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്യാനുണ്ട് എന്നുള്ളത് തലേ ദിവസം ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച ആളുകളാണ്. ടൈമില്ല. ഓക്കെ, എനിക്ക് എന്താണ് ഒരു മിനിറ്റ് അങ്ങോട്ടോ നേരം വൈകിയാൽ എനിക്ക് ഇവിടെയൊക്കെ ഷെഡ്യൂൾ തെറ്റും എന്ന് ബാക്ക് ഓഫ് ദ മൈൻഡ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും മോശം സമയം അതാണ്. അവർക്ക് എൻജോയ് ചെയ്യാൻ കഴിയില്ല. കാരണം അത് അവരെന്താ പറയും, ഭയങ്കര ഡ്രൈ ആണ്, ഭയങ്കര പെയിൻഫുൾ ആണ് എന്ന് പറയാറുണ്ട്. അപ്പം എപ്പം നമ്മൾ പറയലെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മൈൻഡ് എപ്പോഴാണോ ആഗ്രഹിക്കുന്നത്
ബോത്ത് ദ പാർട്ട്നേഴ്സ് കേട്ടോ, ഒരു പാർട്ട്ണറല്ല, രണ്ട് പാർട്ട്നേഴ്സും എപ്പോഴാണോ ആഗ്രഹിക്കുന്നത്, എപ്പോഴാണോ നിങ്ങൾ ബോഡിലി റെഡി ആവുന്നത്, ആ ടൈം എന്നുള്ളതാണ് ശരിക്കും ഉചിതം എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പം നല്ല ഉറക്കത്തിന് ഇപ്പം സെക്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നല്ലൊരു സ്ലീപ്പ് കിട്ടാൻ എപ്പോഴും സെക്ഷൽ ഇൻ്റർകോഴ്സ് നല്ലതാണ്. കാരണം അത് കഴിയുമ്പോഴേക്ക് ബോഡി ഒന്ന്, രണ്ടുപേരുടെയും ബോഡി ഒന്ന് ടയേർഡാവും. പിന്നെ ഒന്ന് ഫ്രഷ് ആയി കിടന്നാൽ നല്ല സ്ലീപ്പ്, നല്ലൊരു ബെറ്റർ സ്ലീപ്പ് തന്നെ ആയിരിക്കും ആ സമയത്ത് കിട്ടുക എന്നുള്ളത് പലപ്പോഴും നമ്മൾ ആളുകൾ പറയാറുണ്ട്. ഇപ്പോൾ അങ്ങനെ അതിൽ ഇപ്പോൾ നമ്മൾ ഉറങ്ങുന്നത്, നല്ലൊരു ഉറക്കം കിട്ടുക എന്നുള്ളതിൽ നമ്മളെപ്പോഴും ആളുകളൊരു തെറ്റിദ്ധാരണയും കൂടിയാണ് മെഗ്നീഷ്യത്തിൻ്റെ സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത്. കാരണം മെഗ്നീഷ്യം എടുത്താൽ ഉറങ്ങാം, പിന്നെ അതിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കാം എന്നുള്ളത്, അത് സപ്ലിമെൻറ്റ്സ് കുറേ എടുക്കാം എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. ഞാൻ എനിക്ക് ഉറക്കക്കുറവുള്ളതുകൊണ്ട് ഞാൻ ഓൾറെഡി മെഗ്നീഷ്യം സപ്ലിമെന്റ്സ് എടുക്കലുണ്ട്. മെഗ്നീഷ്യം പിന്നെ ഭയങ്കര നിർബന്ധമാണ് എന്നുള്ള കണ്ടീഷനിലാണ് എടുക്കുന്നുണ്ട്. ശരിക്കും ആ മെഗ്നീഷ്യം സപ്ലിമെന്റ്സിന്റെ ആവശ്യമുണ്ടോ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തോട് തന്നെ നമുക്ക് മെഗ്നീഷ്യം കിട്ടാനുള്ള വഴിയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെഗ്നീഷ്യം റിച്ച് ആയിട്ടുള്ള, നമുക്ക് നല്ലപോലെ ഉറക്ക് തരുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെ ആയിരിക്കും? ഇപ്പോൾ പല സീഡ്സിൽ, ഇപ്പോൾ മത്തം വിത്തുകൾ, പംകിൻ സീഡ്സിലൊക്കെ വളരെയധികം മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഒരു മഗ്നീഷ്യത്തിൻ്റെ റിച്ച് സോഴ്സ് തന്നെയാണത്. അതുപോലെ തന്നെ പല നട്ട്സിൽ, ബദാം, കാഷ്യൂ പോലെയുള്ള നട്ട്സിൽ, പിന്നെ ഇലവർഗ്ഗങ്ങളായിട്ടുള്ള ചീര പോലെയുള്ളതിലും മഗ്നീഷ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഭക്ഷണങ്ങളിലൂടെ നമുക്ക് മഗ്നീഷ്യം കിട്ടും. അപ്പോൾ ബ്ലൈൻഡായിട്ട് ഇപ്പോൾ മഗ്നീഷ്യം കുറവില്ലാത്ത ഒരാൾ മഗ്നീഷ്യം സപ്ലിമെൻറ്റ്സ് കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ ബോഡിയിൽ പല പ്രശ്നങ്ങൾ വരും, ദഹന സംബന്ധമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും വരും. അപ്പോൾ അത്തരം ബ്ലൈൻഡായിട്ട് നമ്മൾ ഒരു ഡോക്ടറെ ഒരു ഗൈഡൻസ് ഇല്ലാതെ മഗ്നീഷ്യം സപ്ലിമെൻറ്റ്സ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇതുപോലെയുള്ള ഭക്ഷണങ്ങളിലൂടെയും നമുക്ക് മഗ്നീഷ്യം കിട്ടും. ഇത് നമ്മുടെ ഉറക്കത്തിനും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള മസിൽസ് കറക്റ്റായ രീതിയിൽ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും മഗ്നീഷ്യം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു റിലാക്സേഷൻ കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്കൊരു ഡീപ്പ് സ്ലീപ്പ്, നല്ലൊരു നോർമലായിട്ടുള്ള സ്ലീപ്പ് നമുക്ക് കിട്ടും. ഇപ്പോൾ കൂടുതൽ കിട്ടാനുള്ള സാധനം മെഗ്നീഷ്യത്തിൻ്റെ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും പറഞ്ഞു കേട്ടുള്ള ഒരു വിഷയമാണ് കോഫി കുടിച്ചാൽ നല്ലപോലെ അല്ലെങ്കിൽ ഉറക്ക് കിട്ടൂല എന്നുള്ളത് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ സംടൈംസ് എനിക്ക് കോഫി കുടിക്കുന്ന സമയത്ത് എനിക്ക് നല്ലപോലെ ഉറങ്ങാൻ പറ്റാറുണ്ട്. ഞാൻ നല്ലപോലെ ഉറങ്ങാറുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കോഫി എന്ന് പറയുന്നത് നമുക്ക് ഉറങ്ങാൻ എപ്പോഴാണ് നിങ്ങൾ കോഫി കുടിച്ചൊരു 5 to 6 hours കഴിഞ്ഞാലാണ് നിങ്ങൾ ഉറങ്ങുന്നത് അല്ലേ? അത് കോഫി കുടിച്ചപ്പോൾ നിങ്ങൾ ഉറങ്ങാൻ പോകണില്ലല്ലോ. ഇല്ല. ഈ കോഫി കുടിക്കുന്ന ടൈമിൽ നമ്മൾ കോർട്ടിസോൾ ലെവൽ കൂട്ടി നമ്മളുടെ ആ ഒരു എനർജി ബൂസ്റ്ററാണ് ആക്ച്വലി കോഫി. ഇത് ബൂസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ഹാഫ് ലൈഫ് കഴിഞ്ഞിട്ടാണ് ആക്ച്വലി ആ ബൂസ്റ്റ് ചെയ്തിൻ്റെ ഇരട്ടി ക്ഷീണം നമുക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങളവിടെ ഉറങ്ങും. അതെ. പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ചില കുട്ടികൾ നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല, ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ, കോളേജിൽ പഠിക്കുന്ന സമയത്ത് എക്സാമിൻ്റെ തലേന്നൊക്കെ കോഫി ഇരുന്ന് കുടിക്കുന്ന അവസ്ഥയുണ്ട്. അതായത് പഠിക്കണമല്ലോ, അപ്പോഴാണല്ലോ ബുക്ക് തുറക്കണത്. അപ്പോൾ നൈറ്റ് ഫുൾ ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് കോഫി ഇങ്ങനെ ഉണ്ടാക്കും. പക്ഷെ കോഫി ഉണ്ടാക്കി അവസാനം അതിൻ്റെ ഇതില്ലാണ്ടായി. അതായത് ഇപ്പോൾ ഇത് പറയുന്ന പോലെ, അതായത് ആൽക്കഹോൾ കുടിച്ച് ആ കുടിക്കുന്ന എമൗണ്ട് പിന്നെ നമ്മൾ എഫക്റ്റ് ചെയ്യാണ്ടിരിക്കുന്ന മാതിരി. സെയിം വേ കോഫി കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം നല്ല എനർജറ്റിക് ആയിരിക്കും. നമ്മൾ പഠിക്കണമൊക്കെ നമുക്ക് വേഗം കയറുന്ന പോലെയൊക്കെ ഉണ്ടാവും. ടു എ പോയിന്റ് പിന്നെ കംപ്ലീറ്റ് എക്സോഷൻ ആവും. പക്ഷേ ഇത് ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കിക്കും ഇല്ലാണ്ടായിപ്പോവും. അതായത് കെഫീന് കയറി അവസാനം കെഫീൻ്റെ ഒരു കാര്യം കൊണ്ട് അത് കുടിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. ഓക്കെ. അപ്പോൾ കോഫി കുടിക്കുന്നത് ആവശ്യത്തിന് മാത്രം കുടിക്കുക. പ്രത്യേകിച്ച് ഉറങ്ങുന്ന സമയത്ത് ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ഒരു 6 മണിക്ക് ശേഷം ഒന്നും ഉറങ്ങാനുള്ള സാഹചര്യത്തിൽ കോഫി കുടിക്കാതിരിക്കുന്നതും നല്ലതാണെന്ന് എപ്പോഴും നല്ലതായിരിക്കും. ഇപ്പം നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ആളുകൾ പലപ്പോഴും പറയുന്നത് സോക്സ് മെത്തേഡ്സ്, അതായത് നമ്മളെ കാലിൽ സോക്സ് ഇട്ട് കിടന്ന് ഉറങ്ങുക എന്നുള്ളത്, അത് ശരിയാണോ? അപ്പോൾ നമ്മുടെ ഒരു ബോഡിയിൽ നമ്മളൊരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. അപ്പോൾ അധികം ചൂടായാലും അധികം തണുപ്പായാലും നമുക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ സോക്സ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കാലിൽ സോക്സ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് വാസോ ഡയലേഷൻ, അവിടേക്കുള്ള രക്തക്കൊഴലുകൾക്കൊന്ന് വികസിക്കും. അപ്പോൾ നമ്മുടെ ബോഡിയിലൊരു കോർ ടെമ്പറേച്ചർ അത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു നമുക്ക് ആപ്റ്റായിട്ടുള്ളൊരു ടെമ്പറേച്ചർ നമ്മുടെ ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ നമുക്ക് സ്ലീപ്പ് ഒന്നുകൂടെ ബെറ്റർ ആക്കാൻ പറ്റും. അതാണ് ഈ സോക്സ് മെത്തേഡോട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം. ഓക്കെ. ഇപ്പോൾ പല ആളുകളും സ്ലീപ്പിംഗ് പിൽസ് എടുക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അത് സ്ഥിരമായിട്ട് ആദ്യം ഈ നേരത്തെ പറഞ്ഞ പോലെ 1 തുടങ്ങി, പിന്നെ ഇത് 2 ആയി, അത് 3 ആയി എന്നുള്ള കണ്ടീഷനിലേക്ക് പോകുന്ന സിറ്റുവേഷൻസാണ്
പലപ്പോഴും കണ്ടുവരുന്നത്. ശരിക്കും സ്ലീപ്പിംഗ് പിൽസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? പിന്നെ അല്ലെങ്കിൽ എടുക്കുകയാണെങ്കിൽ തന്നെ എപ്പോഴായിരിക്കും അത് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും? സ്ലീപ്പിംഗ് പിൽസ് ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ എടുക്കുന്നത് എപ്പോഴും ബുദ്ധിമോശമാണ്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും കണ്ടീഷൻ കാരണമായിരിക്കും ഈ ഉറക്കക്കുറവ് വരുന്നത്. ആ കണ്ടീഷൻ എന്താണെന്ന് കണ്ടെത്തി അതിനെ ട്രീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഉറക്കക്കുറവിനെ ട്രീറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഓക്കെ ആവും. ഓക്കെ, വൺസ് ഇൻ എ വൈൽ സ്ലീപ്പിംഗ് പിൽസ് എടുക്കുന്നത് ഓക്കെയാണ്. ബട്ട് അതിലേക്ക് അഡിക്റ്റഡ് ആയി കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ 1 പോരാ, 2 പോരാ, 3 പോരാ, ഇനിയിപ്പോൾ എത്ര കഴിച്ചാലും പിന്നീട് ഉറക്കം വരാത്തൊരവസ്ഥയിലേക്ക് എത്തും. സോ എപ്പോഴും സ്ലീപ്പിംഗ് പിൽസിൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ ഉറങ്ങാതിരിക്കുക എന്നുള്ളതാണ്. അതിന് എന്തുകൊണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ കാരണം കണ്ടെത്തി അതിനെ ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് മാറ്റിയെടുക്കാവുന്ന ഒരു അസുഖം മാത്രമാണ് ആക്ച്വലി ഈ ഉറക്കക്കുറവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഡോക്ടറെ സ്ലീപ്പ് ഡൈവേഴ്സ് എന്നുള്ള ടേം കേട്ടിട്ടുണ്ട്, പലപ്പോഴും കേൾക്കാറുണ്ട്. അതെന്താണ് ശരിക്കും? സ്ലീപ്പ് ഡൈവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കപ്പിൾസ്, അതായത് ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ കപ്പിൾസ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ ഒരേ റൂമിൽ 2 ബെഡിൽ കിടക്കുന്നതോ അല്ലെങ്കിൽ 2 റൂമിൽ ഡിഫറെൻ്റ് ആയിട്ട് കിടക്കുന്നതാവാം. നല്ല മെൻ്റലി കണക്റ്റഡ് ആയിട്ടുള്ള, ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ, അവർക്ക് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല, ബട്ട് അവർ കിടക്കുന്നത് ഒന്നിച്ചല്ല എന്നേ ഉള്ളൂ. അപ്പം പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ വല്യമ്മമാരൊക്കെ വേറെ വേറെ കിടക്കുമ്പോൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഇവർക്ക് സ്നേഹക്കുറവ് കൊണ്ടാണോ അതോ മോശം ഫീൽ ചെയ്തിട്ടാണോ കുട്ടികളുടെ ഇടയിൽ അങ്ങനെ കിടക്കുന്നത്. പക്ഷേ എക്സാക്ട്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ഉറക്കം കിട്ടും. ഇതിൽ എന്താണെന്ന് വെച്ചാൽ ചിലപ്പം ഒരാൾ കൂർക്കം വലിക്കുന്നുണ്ടാവും, ചിലപ്പം ചില ആളുകളുണ്ട് പുതപ്പ് 2 പേരും ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പുതപ്പ് കുക്കൂണ് പോലെ ഒരാൾ മാത്രം ചുരുട്ടിക്കൊണ്ടാവും, മറ്റേ ആൾ തണുത്ത് വിറച്ച് കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. ചില ആൾക്കാർ ഭയങ്കരമായിട്ട് റോൾ ചെയ്യും, ഭയങ്കരമായിട്ട് ഉരുണ്ട് കളിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ എനിക്ക് കസിൻസിൻ്റെ കൂടെ ഒക്കെ കിടക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് വന്നിട്ട് ഒരൊറ്റ അടിയായിരിക്കും, ചിലപ്പോൾ മേലിക്കൊക്കെ കാലുകൊണ്ടൊക്കെ ഇട്ടിട്ട് ഒരൊറ്റ അടി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണരും. അപ്പോൾ ഇങ്ങനത്തെ കപ്പിൾസ് ഒരുപാട് ആളുകളുണ്ട്, കാരണം ഇത് കാരണം ഡിസ്റ്റർബ്ഡ് ആവുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു ഉറക്കം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഒരു പരിധി വരെ ഇവരുടെ റിലേഷൻഷിപ്പും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ വൺസ് ഇൻ എ വൈൽ അവർ ഒന്നിച്ച് കിടക്കണം എന്നുള്ളതും കൂടി ഇതിൽ പറയാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലാന്നാണെങ്കിൽ അവരുടെ തമ്മിൽ ആ ഒരു ഫിസിക്കൽ ഇൻറ്റിമസി എന്ന് പറയുന്നത് എന്തായാലും ഇതിൻ്റെ ഒരു ഭാഗമാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതില്ലാണ്ടാവുമ്പോഴും വീണ്ടും അവർ അകലാനുള്ള ചാൻസസ് ഉണ്ട്. ബട്ട് ഉറക്കത്തിൻ്റെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല ഒരു ബെസ്റ്റ് സ്ലീപ്പ് കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ പല കണ്ടീഷനിൽ പറഞ്ഞതിൽ നമ്മൾ ഫൈനലായിട്ടുള്ളൊരു ക്വസ്റ്റ്യനായിട്ട് ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, നമുക്ക് സ്ലീപ്പ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങൾ, അതായത് നമ്മുടെ ടോട്ടലി നമ്മളെ സ്ലീപ്പ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു 6 കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഫസ്റ്റ്, സ്ലീപ്പ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാം. ഞാൻ എന്നും ഈ ടൈമിൽ ഉറങ്ങും, എന്നും ഈ ടൈമിൽ എണീക്കും. ഇതെനിക്കൊരു ഇത് വേണം. അത് നമുക്കില്ല എന്നാണെങ്കിൽ പിന്നെ ആർക്കും നമുക്ക് ഉണ്ടാക്കി തരാൻ കഴിയില്ല. 2, ഭക്ഷണം കഴിക്കുന്നത് എപ്പോഴും നേരത്തെ കഴിക്കാൻ വേണ്ടി നോക്കാം. ഓക്കെ, അതായത് നിങ്ങളൊരു ബൈ 6 or 7 നിങ്ങളുടെ ഡിന്നർ കഴിക്കാം, പിന്നെ ഹെവി മീൽസ് ഒന്നും കഴിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. 3, മൂവ് അറൗണ്ട്, നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യാം, പക്ഷെ ഇപ്പോഴും ഈവനിങ് ടൈമിൽ വല്ലാണ്ട് ഹെവി വർക്കൗട്ട്സ് ചെയ്യാതിരിക്കാം. 4 പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കിടക്കുന്ന റൂം എപ്പോഴും ഭയങ്കര ഡാർക്കാക്കി നിങ്ങൾക്ക് സൗണ്ടൊന്നും വലിയ പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ നല്ല കാമായിട്ട് കിടക്കാൻ പറ്റുന്നൊരു സ്ഥലം നിങ്ങൾ കണ്ടെത്താമെന്നുള്ളത്. 5 പറയുകയാണെന്നുണ്ടെങ്കിൽ കിടക്കാൻ പോകുന്ന നേരം പഠിച്ചോനെ ഇന്ന് ഞാൻ ഉറങ്ങും, അല്ലെങ്കിൽ എനിക്ക് ഇന്ന് ഈ പ്രശ്നം ഉണ്ടായി, എന്നോട് ആ പ്രശ്നം ഇങ്ങനെ ഒരാൾ വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള നെഗറ്റീവ് തോട്ട്സ് ഒഴിവാക്കുക. ബെഡിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ മാക്സിമം യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങളുടെ മൈൻഡിലുള്ള എന്തൊക്കെ ഭാരമാണോ ഉള്ളത് അതിനെടുത്ത് ഇറക്കി വെക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ പറയാനുള്ളത്, ഇപ്പോൾ ബെഡിലേക്ക് കയറുന്നതിന് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിൻ്റെ മുന്നേ ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു ലൈറ്റ് കുളി നിങ്ങൾ പാസ്സാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ബോഡി റിലാക്സ് ചെയ്തിട്ട് ആ ഒരു നിങ്ങൾ മെൻ്റലി പ്രിപ്പയർ ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം 6 കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതാണ്. ഓക്കെ, നമുക്ക് ഇപ്പം ഏകദേശം അത്യാവശ്യം എല്ലാ കാര്യങ്ങളിലും നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കഷൻ തന്നെ നടന്നിട്ടുണ്ട്. നമ്മളെങ്ങനെ ഉറങ്ങണം, എപ്പോൾ ഉറങ്ങണം, എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഉറക്കിൻ്റെ ക്വാളിറ്റി എങ്ങനെ കൂട്ടിക്കൊണ്ടുവരാം എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഡോക്ടർ ഹിബ സാരോവയിലെ ഡോക്ടർ ഹിബ മാമും അതുപോലെ തന്നെ ഡോക്ടർ അശ്വിന മാമുമാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് പോഡ്കാസ്റ്റുകളും ഒരുപാട് ഹെൽത്ത് ടോപ്പിക്കുകളായിട്ട് നമ്മുടെ ഡോക്ടേഴ്സ് ടോക്കിൽ നമുക്ക് ഇനി വരുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പറഞ്ഞതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ഓൺലൈൻ ഓഫ്ലൈൻ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസിന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു പോഡ്കാസ്റ്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.